കേറി. ഹലോ, ഒഡിബിൾ ആണോ നിങ്ങൾക്ക് വോയിസ്? ഓക്കെ. ആരെങ്കിലും എന്റെ ക്ലാസ്സിൽ ഓൾറെഡി ഇരുന്നവരുണ്ടോ ഇതില്? പ്രീവിയസ് എനി ക്ലാസ്സിൽ ഇരുന്നവരുണ്ടോ? ആരെങ്കിലും ഉണ്ട്? കൃഷ്ണവേണി, യെസ്. ദെൻ എനിവൺ എൽസ്? കൃഷ്ണവേണി തൃശ്ശൂർ ബാച്ച് അല്ലേ? ആവണി, ഓക്കെ. രാഹുൽ നോ പറയുന്നുണ്ട്. അപ്പൊ എന്താ പറ്റി? ആകെ 9 പാർട്ടിസിപ്പൻസ് ഉള്ളൂ. ഐ തിങ്ക് 2 ബാച്ച് ഇതിൽ ഞാൻ കണ്ടു ടൈം ടേബിളിൽ. എത്ര ലോ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ്? എനി റീസൺ ഫോർ ദാറ്റ്? കൃഷ്ണവേണി, നിങ്ങളുടെ ബാച്ചില് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ ടൈം ടേബിൾ, ഐ തിങ്ക് സോ അല്ലേ? കൃഷ്ണവേണി അല്ലാണ്ട് പിന്നെ ആരല്ല ഇരുന്നിട്ടുള്ള? ആവണിയോ? യെസ്, ഓക്കെ. 2 പേരല്ലേ? അപ്പൊ നിങ്ങളുടെ ബാച്ചിലുള്ള നിങ്ങൾക്കൊക്കെ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടോ ഈ ലോന്റെ? അത് ജസ്റ്റ് റിവിഷൻ മാതിരി ഇരിക്കാൻ പറഞ്ഞതാണോ ആവണി ആൻഡ് കൃഷ്ണവേണിയുടെ ക്ലാസ്സിലെ? ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് വന്നിരിക്കാൻ പറയണതാണോ അതോ നിങ്ങൾക്ക് ഒട്ടും എടുത്തിട്ടില്ല ലോ, അങ്ങനെയാണോ? ഒന്ന് റിയാക്ട് ചെയ്യോ? ഇല്ല ഇല്ല, ക്ലാസ് എടുത്തിട്ടില്ല, അങ്ങനെയാണോ? ഓക്കെ. ഐ തിങ്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഓൾറെഡി ഒരു 24 അല്ല, അതിനും അബൌട്ട് 35ന്റെ അടുത്തൊക്കെ ഉണ്ട് അല്ലേ? എന്നിട്ട് എന്താ ആരും ജോയിൻ ചെയ്യാത്തതില്? ലോന്റെ ക്ലാസ് ആയതുകൊണ്ടാണോ അതോ എന്റെ പേര് കണ്ടപ്പോഴാണോ? യെസ്, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. പുതിയ ഫൗണ്ടേഷൻ ബാച്ച് അല്ലേ? 2021 ബാച്ച് അല്ലേ? യെസ്, ആരൊക്കെയാണ് ഇതില്? ആവണീനെ അറിയാം. ഈ BXLD എന്ന് പറയുന്നത് ശരിക്കുള്ള പേരെന്താ? സ്റ്റാർട്ടിങ് വിത്ത് ബി. ജിൻറ്റോ മോഹൻ, ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ആവണി. യെസ്, യൂസ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ പുതിയ മുഖങ്ങളാണ്. യെസ്. ദെൻ ജോഷുവ, കൃഷ്ണവേണിനെ അറിയാം. നന്ദന, നന്ദന, രാഹുൽ, ഷഹ്ല, സ്നേഹ, ഇത്രേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. ആസ്വി, അമൽ, അനശ്വര, ഓക്കെ. യെസ്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആദ്യം. എൻ്റെ പേര് ബാക്കിയുള്ളവർക്കൊക്കെ പോരായിരിക്കും, ആവണിക്കും പിന്നെ അതുമാതിരി ആരാ കൃഷ്ണവേണിക്കൊക്കെ കേട്ടത് തന്നെയായിരിക്കും, കേൾക്കുന്നുണ്ടായിരിക്കുക. ബട്ട് ബാക്കിയുള്ളവർക്ക് ഒന്നും പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങളൊന്ന് ചെവിട് മൂടിയിട്ട് വെച്ചോളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ പേര് അഭിരാമി എന്നാണ്. ആൻഡ് ഡൂയിങ് മൈ CMA ഫൈനൽസ്. വർക്ക് ചെയ്യാണ്, ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു ഖത്തറിലെ കമ്പനിയിൽ. ആൻഡ് ഡൂയിങ് ദിസ് ടീച്ചിങ് അലോങ് വിത്ത് ദാറ്റ്. ഓക്കെ. നാട് വീട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഗുരുവായൂർ അടുത്ത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. യെസ്, പാർട്ടിസിപ്പൻസ് കൂടി വരുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊരു 2 മണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 2:30 ആവണല്ലോ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ? വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇടയ്ക്ക് ഒരു അങ്ങനെ നല്ല സ്വഭാവങ്ങൾ അല്ലേ? ജിൻറ്റോ,
അപ്പോ കൃഷ്ണവേണി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, ക്ലാസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ളത് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ കൊടുത്തോട്ടോ. ആൻഡ് ആവണി ആൻഡ് കൃഷ്ണവേണി അല്ലെ ഓൾറെഡി ഉണ്ടായിരുന്നത്. ഇവിടെ സംസാരിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല, എല്ലാവരും ചാറ്റിൽ റിപ്ലൈ തരണം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ അടുത്ത് പൊക്കും. ഓക്കെ, എല്ലാവരും മിണ്ടാണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, പേരെടുത്ത് വിളിച്ച് ചോദിക്കൂട്ടോ കാര്യങ്ങള്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ബോറഡ് ലോ ആണ് സബ്ജക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ഇഫ് ദർ ഈസ് എനി ഇഷ്യൂസ് എന്ത് ചെയ്യാ, നേരിട്ട് തന്നെ പറയാ. നിങ്ങൾക്ക് എവിടം വരെ എടുത്തിട്ടുണ്ടല്ലോ? ഐ തിങ്ക് ഷംസുദ്ദീൻ സാർ ആയിരുന്നു എടുത്തിരുന്നത് അല്ലേ? എവിടം വരെ എടുത്തിട്ടുണ്ട്? കൊമേഴ്ഷ്യൽ ലോ കംപ്ലീറ്റ് ചെയ്തോ? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ വരൂ കേട്ടോ എല്ലാവരും. ഞാൻ മാത്രം ഇങ്ങനെ റേഡിയോ മാതിരി സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല, ഒന്ന് റിയാക്ട് ചെയ്യും. ഹലോ, ആർ യു ദേർ? എന്താണ് ഗൈസ്, ഒരു ആക്റ്റീവ് അല്ലല്ലോ ആരും? ഉച്ചയായോണ്ടാണോ? ഹലോ, യെസ്, എന്താണ് ഒന്നും മിണ്ടാണ്ടിരിക്കണേ? ചാറ്റിലെങ്കിലും ഒന്ന് വന്ന് ആവണി എന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ അവസ്ഥ ഒക്കെ. പിള്ളേര് ഫുള്ള് സ്റ്റോക്കാണ്. നന്ദന തൃശ്ശൂർ ബാച്ചിൽ ഉണ്ടായിരുന്നാണോ? ഐ തിങ്ക് ഇതിന് മുന്നേ വന്നിട്ടുള്ളതായിരുന്നു. ബികോം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഓക്കെ. യെസ്, നമുക്ക് ഒന്ന് പറയും, നിങ്ങളല്ലോ എവിടെ വരെ എടുത്തു എന്നുള്ളതൊന്ന് ചാറ്റിലൊന്ന് വന്ന് പറയൂ. ജസ്റ്റ് റിയാക്ട്. സ്നേഹ, ഷഹ്ല, രാഹുൽ, നന്ദന, കൃഷ്ണവേണി, ജോ. യെസ്, ഒന്ന് പറയൂ, നിങ്ങൾ എവിടെ വരെ എടുത്തു? കൊമേഴ്ഷ്യലോ എവിടെ വരെ എടുത്തു എന്നുള്ളതൊന്ന് പറയൂ. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, എവിടെ വരെ എടുത്തു എന്നുള്ളത് അങ്ങനെയും പറയാം നിങ്ങൾക്ക്. എനിക്ക് ചാറ്റ് മാത്രം മതി, നിങ്ങളുടെ റിയാക്ട് ചെയ്താൽ മതി അപ്പുറത്തെ സൈഡിൽ നിന്ന്. ഒന്ന് ഉഷാറായിട്ട് പറ. കൊമേഴ്ഷ്യൽ ലോ എവിടെ വരെ എടുത്തു നിങ്ങൾക്ക് കാറ്റിന്റെ? ആരുമില്ലേ സംസാരിക്കാൻ? നിങ്ങൾക്ക് എവിടെ വരെ എടുത്തു എന്നുള്ളത്? ആക്സെപ്റ്റൻസ് എടുത്തു, ഓക്കെ, മീൻസ് കോൺട്രാക്ട് ആക്ട് അല്ലേ? ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഒക്കെ എടുത്തോ? അല്ല, ആക്സെപ്റ്റൻസ് എടുത്തു എന്നൊക്കെ പറയണ്ടല്ലോ. അനശ്വര മാത്രമേ ഉള്ളൂ ഇവിടെ റിയാക്ട് ചെയ്യാൻ, ബാക്കി ആരും ലോന്റെ ക്ലാസ്സിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. ഇത് ഭയങ്കര മോശം പരിപാടി കേട്ടോ. 10-12 പേരെ ആകുള്ളൂ, എന്നിട്ട് ഒരാളും റിയാക്ട് ചെയ്യണില്ല. എന്താണിത്? തേർഡ് ചാപ്റ്റർ ആക്സെപ്റ്റൻസ്. ഓക്കെ, നിങ്ങൾക്ക് എന്ന് എക്സാം വരുന്ന കാറ്റിന്റെ? ഓക്കെ, തേർഡ് ചാപ്റ്റർ. എന്താ കൃഷ്ണവേണി, ആരും ഒന്നും മിണ്ടില്ലല്ലോ? 25th, ഈ മാസം 25th ആണോ? യെസ്, അപ്പൊ അധികം ടൈം ഒന്നുമില്ല അല്ലെ? പഠനമൊക്കെ എവിടം വരെ എത്തിയപ്പോ കാറ്റിന്റെ? പഠിക്കണ്ടോ? അങ്ങനൊക്കെ പോകും. അതെ,
കൃഷ്ണവേണി ആവണി നമ്മുടെ ബാച്ചില്, അതായത് ഞാൻ നിങ്ങളുടെ ബികോം എടുത്തിരുന്ന ക്ലാസ്സിൽ എത്ര പേര് ഇനി ഇതില് വരാനുണ്ട്? മീൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഇപ്പൊ കാറ്റ് ഫൗണ്ടേഷൻ എടുക്കുന്നവരുണ്ടോ അതിൽ? അതുകൊണ്ടാണോ കയറാത്തത്? അതോ കാറ്റ് ഉള്ളവരുണ്ടോ അതില്? എനി റീസൺ ഫോർ ജോയിൻ ചെയ്യാത്തതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഓക്കെ, ടോട്ടൽ 14 പേരുള്ളൂ അല്ലേ? യെസ്. ഈ ബാച്ചിലാണോ? അതായത് നിങ്ങളെ ഈ ബാച്ചിൽ ടോട്ടൽ 14 പേര് അങ്ങനെയാണോ ഉള്ളൂ? അങ്ങനെയാണോ? അതോ കൃഷ്ണവേണിയുടെ ക്ലാസ്സിൽ 14 പേരുണ്ടെന്നാണോ പറയുന്നത്? നിങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാച്ച് അല്ലേ? അങ്ങനെയാണോ? കാറ്റിന്റെ ക്ലാസ്സിൽ 14 പേര്. ഓക്കെ, 14 പേരിൽ അപ്പോ 12 പേരും ഉണ്ട് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മൈൻഡിൽ വെക്കേണ്ടത്, നിങ്ങൾ റിയാക്ട് ചെയ്യാത്ത പക്ഷം ഞാൻ അവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായോ? എനിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിയാക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. ചാറ്റ് ഒരാളും മിണ്ടാണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കൃഷ്ണവേണിയും പിന്നെ ആവണി മാത്രം റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് അവർ ഓൾറെഡി എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്, അവർ യൂസ്ഡ് ആണ് ഞാനുമായിട്ട്. ബട്ട് ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ ആണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്. എന്ന് ഉദ്ദേശിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാവരും കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കും. ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലാസ് എടുത്തിട്ടുള്ള ടോപ്പിക് ക്ലിയർ ആണോ എന്ന് ചോദിക്കും. അപ്പൊ റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്ക് പോവുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഈ 12 പേരുടെ റിപ്ലൈയും എനിക്ക് കിട്ടണം. ഓക്കെ, മിണ്ടാപൂച്ചകളായിട്ട് ഇരിക്കൊന്നും വേണ്ട. ജസ്റ്റ് സ്റ്റാർട്ട്. എന്ത് ചെയ്യാ? ജസ്റ്റ് ആക്റ്റീവ്. നിങ്ങൾ വോയിസിൽ ഒന്നും വരണമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ചാറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേ വേണ്ടു. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് ബ്ലാ ബ്ലാ പറയാൻ നിൽക്കണ്ട. കറക്റ്റ് ആൻസേഴ്സ് പറയണം. എനിക്ക് ഓരോ പോർഷൻസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും ക്ലിയർ ആണോ എന്നുള്ളത് ചോദിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക്? ആസ്വി, അമൽ, അനശ്വര റിയാക്ട് ചെയ്യുന്നുണ്ട്. ജോ പിന്നെ നന്ദന റിയാക്ട് ചെയ്തു. രാഹുൽ, ഷഹ്ല അവരൊക്കെ അവിടെ പോയി? മിണ്ടാണ്ടിരിക്കണോ? രാഹുൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഷഹ്ല, യെസ്. ഇവിടെ ഗുരുവായൂർ അടുത്ത് വീട് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അടുത്ത് ഈ ഭാഗത്ത് ആരെങ്കിലും അറിയുന്നവരുണ്ടോ? ഐ മീൻ നിയർ ബൈ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഈ ബാച്ചില്? യെസ്. രാഹുൽ എവിടെയാണ് വീട്? കാസർഗോഡാണോ? യെസ്. ഓക്കെ, അടുത്തൊന്നുമല്ല അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് എന്താണ് ഉഷാറായിട്ടിരുന്നോ? ഓക്കെ, നമ്മള് ഇൻഡസ്ട്രിയൽ ലോ ആണ് ഞാൻ മെയിൻലി ഡീൽ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ലോ എന്ന് പറയുന്നത് കാറ്റില് 30% ആണ് അതിന്റെ ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ഐ തിങ്ക് ഒരു 6 ലെസൺ ആണ് നമുക്കുള്ളത്. ചെറിയ ഒരു 6 ലെസൺസ്. ഓക്കെ, അപ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പോവാം, ഒരു കഥ മാതിരി പറഞ്ഞു പോവാം. വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല, അധികം ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇരിക്കും. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലെസൺ എന്ന് പറഞ്ഞ, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? കാറ്റിന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യിലും? വേഗം പറ. യെസ്, പേജ് നമ്പർ ഐ തിങ്ക് ഇറ്റ്സ് 201 എടുത്തു വെച്ചോട്ടോ. ഉള്ളവരെ എടുത്തു വെച്ചോ, ഇല്ലാത്തവരെ ജസ്റ്റ് ഈ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, അമലിന്റെ ഉണ്ട്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഓഡിയോ ഓക്കെ ആണോ? നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ,
സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തുടങ്ങല്ലേ നമ്മള്? ഉഷാറായിട്ട് ആക്റ്റീവായിട്ട് എല്ലാവരും ഇരിക്കുക. അടിപൊളിയായിട്ട് എല്ലാവരും ചാറ്റിന് റിപ്ലൈ തരിക, ചോദിക്കണേന് ആൻസർ തരിക. ഓക്കെ, മിണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഓരോരുത്തരെ വിളിച്ച് ഞാൻ പൊക്കൂട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ആണ്. ഓക്കെ, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ ലോയില് ഒരു 6 ആക്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റത്തെ ഒരു ഫാക്ടറീസ് ആക്ട്, രണ്ടാമത്തെ ഒരു പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, പിന്നെ ഒരു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെ ബോണസ്, പിന്നെ ഗ്രാറ്റുവിറ്റി കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിലെ ഒരു ചെറിയ ലെസൺ ആണ്, ഒരു 5ാമത്തെ ലെസൺ ആണെന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, പേജ് നമ്പർ 101. നിങ്ങൾക്ക് പേജ് കിട്ടിയോ? അതില് ബുക്ക് ഉള്ളവർക്ക് പേജിൽ കാണുന്നുണ്ടോ? ഉണ്ടോ? ആ ഉണ്ട്. ഓക്കെ, എന്നെ ഓളിടിപ്പിക്കല്ലേട്ടാ വെറുതെ. നൈസ്. അപ്പൊ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 എന്ന് പറയുന്ന ലെസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ബോണസ്? നിങ്ങളുടെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എനിക്കറിയാം +2 കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ കാറ്റിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള പിള്ളേരാണ്. സോ എന്താണ് ബോണസ്? നിങ്ങളുടെ ലിമിറ്റഡ് നോളജിൽ വെച്ചിട്ട് എന്താണ് ബോണസ് എന്നുള്ള ഒരു വേർഡ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തേ. വേഗം ആയിക്കോട്ടെ, എല്ലാവരും വേണം കേട്ടോ. ഐ നീഡ് ദ 11 പാർട്ടിസിപ്പന്റ് ടു ഡെലിവർ യുവർ ആൻസേഴ്സ്. എന്താണ് ബോണസ്? മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ പറയാം, മംഗ്ലീഷിൽ പറയാം. എന്താണ് ബോണസ് എന്ന് പറയുന്നത്? വേഗം പറയും. എക്സ്ട്രാ ക്യാഷ്. അതെ, എക്സ്ട്രാ ക്യാഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പെർഫോമൻസ് നോക്കിയിട്ട് കൊടുക്കുന്നത്. യെസ്, അതും കറക്റ്റ് ആണ്. എക്സ്ട്രാ. ഓക്കെ, എക്സ്ട്രാ. യെസ്. വേറെ ബാക്കിയുള്ളവർ വേഗം വരാം. രാഹുൽ, അനശ്വര, നന്ദന മാത്രമേ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ നിങ്ങളുടെ ഒരു ലിമിറ്റഡ് നോളജ്. തെറ്റിക്കോട്ടെ കേട്ടോ, ആരും ഒന്നും പറയൊന്നുമില്ല. ഷഹല, എന്താണ് ബോണസ്? നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് പറഞ്ഞാൽ മതി. കറക്റ്റ് ആവണമെന്നൊന്നും പറയുന്നില്ല. തെറ്റായിക്കോട്ടെ, തെറ്റിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ജോ, ആവണി, കൃഷ്ണവേണി പറഞ്ഞോളൂ. എന്താണ് സാലറി കൂടാതെ കൊടുക്കുന്നത്? യെസ്, അത് കറക്റ്റ് പോയിന്റ് ആണ്. യെസ്, ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. വേഗം അധികം സമയം. സാലറിയുടെ മുകളിൽ പെർഫോമൻസ് നോക്കി കൊടുക്കുന്ന. യെസ്, ഇതിനൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം എന്താണ് ബോണസ് എന്ന് പറയാം. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, ബോണസ് ഈസ് ആൻ അഡീഷണൽ പേയ്മെന്റ് അല്ലെ? ബോണസ് അതൊരു ഗിഫ്റ്റ് ആവാം, ഓക്കെ, ഓർ ഇൻസെന്റീവ്, അല്ലെങ്കിൽ അതെന്താവാം, അതൊരു ഇൻസെന്റീവ് ആവാം. ഫ്രം ആരിൽ നിന്നാണ് നമുക്ക് കിട്ടുക അല്ലെ? ഫ്രം എംപ്ലോയർ ഫോർ റിവാർഡിങ് ഗുഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയി അല്ലെ? എംപ്ലോയി നല്ല രീതിയിലുള്ള പെർഫോമൻസ് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ എംപ്ലോയ്മെന്റിലെ എംപ്ലോയി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ, വർക്ക് പെർഫോം നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഇൻസെന്റീവ് എന്ന് പറയാം. ആര് കൊടുക്കുന്നത്? എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നത്. ദിസ് ഈസ് വാട്ട് വി കോൾഡ് ആസ് ബോണസ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഈസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കണം. പറയാം, ബോണസ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ പേയ്മെന്റ്. അത് പേയ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആവാം, ഓർ ഇൻസെന്റീവ്. ഓക്കെ, ഇൻസെന്റീവ് ആവാം ഫ്രം എംപ്ലോയർ ഫോർ റിവാർഡിങ് ഗുഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയി. എംപ്ലോയി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ എംപ്ലോയർ ഒരു പേയ്മെന്റ്, എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ ഇൻസെന്റീവ് ആയിട്ടോ കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തെ നമ്മൾ എന്ത് പറയുന്നു? ബോണസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം എന്താണ്. ബോണസ് ഈസ് ആൻ അഡീഷണൽ ക്യാഷ് പേയ്മെന്റ്, ഗിഫ്റ്റ് ഓർ ഇൻസെന്റീവ് ഫ്രം എംപ്ലോയർ ഫോർ റിവാർഡിങ് ഗുഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. ഇപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, ഇല്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പോ ഓക്കെ, യെസ്. ഇനി പറയണത്
ഒരു ആക്ട് ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന 6 ആക്ട് ടോട്ടൽ നമ്മൾ 6 ലെസണിൽ 6 ആക്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ ആക്ട് ഏത് ഇയറിലാണ് നമ്മൾ എന്ത് ഉണ്ടായേ? ഓക്കെ, ഏത് ദിവസമാണ് അത് എഫക്റ്റീവ് ആയി? നമുക്കറിയാം, ഒരു ആക്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് പാസ്സായി കഴിഞ്ഞാൽ അന്ന് തന്നെ അത് എന്താവില്ല, കേം ഇൻ ടു എന്താവില്ല, എഫക്ട് ആവില്ല അല്ലെ, ഫോഴ്സ് ആവില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം ടു എൻഫോഴ്സ് അല്ലെ, എൻഫോഴ്സ് ചെയ്യാൻ എന്ത് ചെയ്യും, ടൈം എടുക്കും. അപ്പോ 1965 ഈ ആക്ട് എന്ന് പറഞ്ഞെങ്കിലും അതിന്റെ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 25/9/1965 ആണ്. മനസ്സിലായോ? അപ്പൊ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 which is came into exist on 25/9/1965. 9 എന്ന് പറയുന്നത് ഏതാ? സെപ്റ്റംബർ അല്ലെ? അപ്പം 25 സെപ്റ്റംബർ 1965 നമ്മുടെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പോ ഈ ഡേറ്റ് പഠിച്ചു, ഈ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ പി ഒ ബി പോബ എന്നൊക്കെ പറയും നമ്മള്. ഞാനൊക്കെ പഠിക്കുന്ന നേരത്തെ സാറൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെയാ, POBA അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, പോബ. ഓക്കെ, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 came into exist on 25 സെപ്റ്റംബർ 1965. അതാണ് നമ്മുടെ ആപ്ലിക്കബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിക്കുകയാണ് എന്നാണ് നമ്മുടെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എന്ത് ചെയ്തിട്ടുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള. നിങ്ങൾ എന്താ ആൻസർ പറയാ? 25 സെപ്റ്റംബർ 1965. ബോണസ് എന്താന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിയാക്ട് ചെയ്യൂ, വേഗം വേഗം, സമയമില്ല. ക്ലിയർ ആണ്. ഓക്കെ, യെസ്. ഇനി ഒരു ആക്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് ഉണ്ടായിരിക്കും, അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. എന്തിനാണ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ആ ആക്ട് കൊണ്ട്, എന്താ ഇല്ല എന്ന് പറയണേ? മനസ്സിലായില്ല എന്നാണോ? അതോ ഡൗട്ട് ഇല്ല എന്നാണോ? ഹലോ, ഡൗട്ട് ഇല്ല. ഓക്കെ, ഫൈൻ, യെസ്. അപ്പോ ആക്ട് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പർപ്പസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എന്തിനാണ് ഈ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് വന്നിട്ടുള്ളത്? ഞാൻ എന്താ ബോണസ് എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ ഒബ്ജക്റ്റീവ്, എന്തിനാണ് ഈ ലോ വന്നിട്ടുള്ളത്, ഈ ആക്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് പേയ്മെന്റ് ഓഫ് ബോണസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമണി ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് നമുക്കറിയാം, ഒരു കൊല്ലത്തിലെ ഒരു ബിസിനസ് ഇയർ മുമ്പ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലെ? ആ പ്രോഫിറ്റ് നമ്മുടെ ലേബറിനെ എങ്ങനെ നമ്മൾ ആ ബോണസ് എന്ത് ചെയ്ത് കൊടുക്കണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മിനിമം എത്ര ബോണസ് കൊടുക്കണം, മാക്സിമം എത്ര ബോണസ് കൊടുക്കണം, ഓക്കെ, അവർക്കിടയിൽ എങ്ങനെയൊക്കെയാണ് ഷെയർ ചെയ്യുക കാര്യങ്ങൾ, ഓക്കെ, ആരൊക്കെയാണ് എംപ്ലോയി, ഇതൊക്കെയാണ് ഈ ബോണസ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ പറയുന്നത്. മിനിമം ആ ലയബിലിറ്റി നമ്മൾ എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, ലയബിലിറ്റി ചെയ്യണം. എംപ്ലോയി എംപ്ലോയർ തമ്മിൽ എന്ത് ചെയ്യും? പ്രോസ്പെരിറ്റി ഷെയർ ചെയ്യാന്ന് പറയും. പ്രോസ്പെരിറ്റി എന്ന് വെച്ചാൽ നമുക്കുള്ള ലാഗ് ഉണ്ട് മിസ്. ഓക്കെ, വോയിസ് ആണോ ഇഷ്യൂ? ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ പുറത്തേക്ക് ഇരിക്കാവേ.
ഹലോ, ഇപ്പൊ ഓക്കെ ആണോ നിങ്ങക്ക്? ഒഡിബിൾ ആണോ? അപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിന്റെ എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമോണി ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസും, ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ പറയാ അവിടെയുള്ള, അതായത് ആ കമ്പനിയിൽ ഉണ്ടാകുന്ന ഈ എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആ ഇയർ എൻഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ആ ലേബറും ആ ക്യാപിറ്റലും തമ്മിൽ എന്ത് വേണം? ഒരു പീസ് ഹാർമോണി വേണം. പീസ് ആൻഡ് ഹാർമോണി വേണം ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒന്നുമില്ല. ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ലേബർമാർ വന്നിട്ട് എന്ത് ചെയ്യും? തല്ലുണ്ടാക്കും. ഞങ്ങൾ ഇത്ര പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരു തരി പോലും എന്ത് ഉണ്ടായിട്ടില്ല, ബോണസ് ഒന്നും തന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പീസും ഹാർമോണിയും എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണിത്. ടു അലൗ ദി എംപ്ലോയീസ് ടു ഷെയർ ദി പ്രോസ്പെരിറ്റി ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രോസ്പെരിറ്റി എംപ്ലോയീസിന് ഷെയർ ചെയ്യാനുള്ള ഒരു ആക്ട് ആണ്. ടു പ്രിസ്ക്രൈബ് ദ മിനിമം ആൻഡ് മാക്സിമം എമൗണ്ട് ഓഫ് ബോണസ്. എന്താ മിനിമം ബോണസ് എത്രയാണ്, മാക്സിമം ബോണസ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ടു പ്രൊവൈഡ് മെക്കാനിസം ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ലയബിലിറ്റി ഓഫ് പേയ്മെന്റ് ഓഫ് ബോണസ്. അതായത് ഒരു ബോണസ് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബോണസ് നമുക്ക് വൺസ് ഇറ്റ് ഈസ് ഡ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി എന്ത് ചെയ്യണം? ഉണ്ടാക്കാനുള്ള ഒരു മെക്കാനിസം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമോണി ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. എന്ത് ചെയ്യാം? ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി തമ്മിൽ എന്ത് ചെയ്യണം? ഒരു പീസ് ആൻഡ് ഹാർമോണി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ടു ഷെയർ ദി പ്രോസ്പെരിറ്റി ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ്? ആ ഓർഗനൈസേഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ എന്ത് പ്രോസ്പെരിറ്റി. ഓക്കെ, ആ പ്രോസ്പെരിറ്റി ആർക്ക് കൊടുക്കണം? ആ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ നിൽക്കേണ്ട ആരാണ്? എംപ്ലോയീസ് തന്നെയാണ്, അല്ലെ? അപ്പൊ ആ എംപ്ലോയീസിന് എന്ത് ചെയ്യുക? പ്രോസ്പെരിറ്റി എന്ത് ചെയ്യുക? ഷെയർ ചെയ്യണം. പിന്നെ മിനിമം എത്ര, മാക്സിമം എത്ര ബോണസ് ഫിക്സ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുക? പ്രിസ്ക്രൈബ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താണ്? ലയബിലിറ്റി, പേയ്മെന്റ് ഓഫ് ബോണസിന്റെ ലയബിലിറ്റി എങ്ങനെയൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണസ് നമുക്ക് കിട്ടി, നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുമല്ലോ, പക്ഷെ എംപ്ലോയർ കൊടുത്തിട്ടില്ല. അപ്പൊ എംപ്ലോയർ കൊടുക്കാത്ത അടുത്തോളം അതൊരു ലയബിലിറ്റിയാണ്. അപ്പൊ ആ ലയബിലിറ്റി, ഓക്കെ, ആ പേയ്മെന്റ് ഓഫ് ബോണസിന് ലയബിലിറ്റി എത്ര കൊല്ലം കൊണ്ട് നമ്മൾ കൊടുത്ത് തീർക്കണം, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ കൊടുത്തത് തീർക്കണം, അതിനൊക്കെ ഉള്ള ഒരു മെക്കാനിസം നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഏതാ ഇയർ എന്ന് ഞാൻ പറഞ്ഞേ? പേയ്മെന്റ് ഓഫ് ബോണസ് ഏതാ ഇയർ? 1900 ഷഹല? യെസ്, 1965. യെസ്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് കേട്ടോ. അപ്പൊ എന്തിനായിരുന്നു നമ്മുടെ ബോണസ് എന്ന് പറയുന്നത്? എന്തായിരുന്നു? ഒരു എക്സ്ട്രാ ഒരു പേയ്മെന്റോ ക്യാഷോ അല്ലെങ്കിൽ അതൊക്കെ ആയിരുന്നു. നമ്മൾ പറഞ്ഞു ആര് കൊടുക്കുന്നത്? എംപ്ലോയിക്ക് കൊടുക്കുന്നു, അല്ലെ? അത് പറഞ്ഞു. പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു? എന്താണ്? മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമോണി, എംപ്ലോയീസിന്റെ പ്രോസ്പെരിറ്റി ഷെയർ ചെയ്യുക, മിനിമം മാക്സിമം ബോണസ് ഫിക്സ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? ലയബിലിറ്റി ഓഫ് ബോണസിന് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, യെസ്. ഇത് കുറച്ച് ബ്ലറാണ്, നിങ്ങൾ ടെക്സ്റ്റ് ഇതിലേക്ക് നോക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് സുബി സാർ എനിക്ക് അയച്ചു തന്നപ്പോ കുറച്ച് എന്താണ് ആളെടുത്തതിന്റെ തോന്നുന്നു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയട്ടെ, ഇതെന്താന്ന് വെച്ചാൽ സ്കോപ്പ് ആൻഡ് ആപ്ലിക്കബിലിറ്റി ഓഫ് ദിസ് ആക്ട്. അതായത് നമ്മളൊരു ആക്ട്, ഇപ്പൊ ഏത് ആക്ടും ആയിക്കോട്ടെ, ഇപ്പൊ ഇനി പറയാൻ പോകുന്ന 5 ആക്ട്, ടോട്ടൽ 6 ആക്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെ ആക്ട് പറയുമ്പോഴും അതിന്റെ സ്കോപ്പും അതിന്റെ ആപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കും. സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ, സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് എവിടേക്കാണ് ആപ്ലിക്കബിൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ആക്ട് വോൾ ഓഫ് ഇന്ത്യയിൽ എന്ത് ചെയ്യും? ആപ്ലിക്കബിൾ ആയിരിക്കും, ഓൾ ഓഫ് ഇന്ത്യയിൽ മൊത്തം. ഓക്കെ, ചില ആക്ട് എന്താ ജമ്മു ആൻഡ് കാശ്മീർ ഫോർ എക്സാമ്പിൾ, ചില ആക്ട് ഇങ്ങനെ പറയും എന്ത്? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയും.
മനസ്സിലായി? ജമ്മു ആൻഡ് കാശ്മീരിൽ അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യും, അവര് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഈ ആക്ടില് ഇൻവോൾവ് ആയിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോ സ്കോപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ ചോദിക്കാണ്, ഈ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എവിടേക്കാണ് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് എന്താണ്, ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായോ? ഹലോ, യെസ്, ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഓക്കെ. അപ്പൊ നമ്മുടെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഇവിടെ ബ്ലറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ദാറ്റ് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മൊത്തം അതെന്താണ്, ആപ്ലിക്കബിൾ ആണ്. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഇസ് എക്സ്റ്റെൻഡഡ് ടു ഓൾ ഓഫ് ഇന്ത്യ. ഇനി ഓൾ ഓഫ് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആണ്, പക്ഷെ എവിടെയൊക്കെ? ഓക്കെ, നമുക്കറിയാം എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ ആണ്, പക്ഷെ എവിടെയൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്? ഒന്ന് പറയുന്നത്, നിങ്ങൾ എഴുതിയേക്കണമെങ്കിൽ എഴുതിയേക്കാം, മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. ഫസ്റ്റ് പറയുന്നത് മൂന്ന് പോയിന്റ്സിലായിട്ടാണ് പറയുന്നത് ആപ്ലിക്കബിലിറ്റി. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എവിടേക്കാണ് ആപ്ലിക്കബിൾ? അപ്പൊ ആദ്യം പറയുന്നത് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ഓൾ ഓഫ് ഇന്ത്യ. ബട്ട് ആപ്ലിക്കബിലിറ്റി പറയുമ്പോൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അവിടെ കണ്ടോ, 1, 2, 3 പോയിന്റ്, ABC 3 പോയിന്റ് ഉണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ എന്ന് പറയാം? ഫസ്റ്റ് പോയിന്റ്, എവറി ഫാക്ടറി. എല്ലാ ഫാക്ടറിയിലും ഇത് എന്താണ്, ആപ്ലിക്കബിൾ ആണ്. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 ഈസ് ആപ്ലിക്കബിൾ ടു എവറി ഫാക്ടറി. യെസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എസ്റ്റാബ്ലിഷ്മെന്റ് were 20 or more workers working in any accounting year. ഡ്യൂറിങ് എനി അക്കൗണ്ടിങ് ഇയർ. അതായത് അക്കൗണ്ടിങ് ഇപ്പൊ നമ്മളൊരു കൊല്ലം എടുത്തെന്ന് വിചാരിക്കാം. ആ കൊല്ലത്തിലെ 20 or 20 അധികമോ വർക്കേഴ്സ് ഏതെങ്കിലും ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഏത് ആക്ടിന്റെ കീഴിൽ വരും? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിന്റെ കീഴിൽ വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ. യെസ്. നെക്സ്റ്റ് പറയുന്നത് അതർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യം പറഞ്ഞു. ഇനി അതേഴ്സ് ആണെങ്കിൽ, അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ, അതർ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ 10 മുതൽ 19 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എനി ഡേ ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. അക്കൗണ്ടിങ് ഇയർ എന്ന് ഉദ്ദേശിക്കേണ്ട ഇയറിനെ ആട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് 3 തരത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, 3 എന്ത് പറയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എവറി ഫാക്ടറി. രണ്ടാമത്തെ എന്താണ്? ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. 2 എസ്റ്റാബ്ലിഷ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെന്റിലും പറയുന്നത് 20 or more workers working in any day. ഒരു ദിവസം വർക്കിംഗ്. അപ്പൊ പറയാണ്, ഇപ്പൊ ഒരു കൊല്ലത്തിലെ ഇപ്പൊ എല്ലാ ദിവസവും 20 വർക്കേഴ്സ് തന്നെ ആയിരുന്നു വരില്ല. പക്ഷെ ഒരു ദിവസം 20-20ലധികം വർക്കേഴ്സോ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഉണ്ടെങ്കിൽ അത് ഏത് ആക്ടിന്റെ ആപ്ലിക്കബിൾ ആയിരിക്കും? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിന്റെ കീഴിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ഫസ്റ്റ് പറഞ്ഞു. രണ്ടാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ 10 or 19 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എനി ഡേ ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. അതായത് അതർ എസ്റ്റാബ്ലിഷ്മെന്റിലാണെങ്കിൽ 10-19 ഉള്ളിലുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് എനി അക്കൗണ്ടിങ് ഇയർ ദ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എന്താണ്, ആപ്ലിക്കബിൾ ആയിട്ടുള്ളതായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആപ്ലിക്കബിലിറ്റി ഏത് തരത്തിലായിരുന്നു? എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞേ? ആപ്ലിക്കബിലിറ്റി 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു പറഞ്ഞോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? യെസ്, എവറി ഫാക്ടറി. ഓക്കെ, എവറി ഫാക്ടറി. ബാക്കി എന്താണ്? ബാക്കി എന്തായിരുന്നു പറഞ്ഞോ? കഴിഞ്ഞോ? ഒരു ഫാക്ടറി 20 or more employees. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവേ. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് 20 or more persons. ബാക്കി മറ്റേതോ? മറ്റേ എസ്റ്റാബ്ലിഷ്മെന്റോ? ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്. ഹലോ ഹലോ, ചേച്ചി പറ. പറയൂ. ഇല്ല, ഓഫീസിലേക്ക് വരെ തന്നെ വേണം.
ആ എന്തേ? ഓഫീസിലേക്ക് വരേണ്ടി തന്നെ വരും ചേച്ചി. കാരണം ലോക്ക്ഡൌൺ ആകുമ്പോൾ ആക്ച്വലി വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ബട്ട് അവിടെ റെന്റും വൈഫൈ ഒക്കെ കൊടുക്കണ്ടല്ലേ. നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ് ഒക്കെ ചെയ്യുമ്പോൾ വൈഫൈ തന്നെ വേണം, അല്ലാണ്ട് മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ വന്ന് പോവാൻ തന്നെ വേണം. ചേച്ചി സാറിനായിട്ട് ഡിസ്കസ് ചെയ്യായിരിക്കും നല്ലത് ആക്ച്വലി ഇതിനെ കുറിച്ചിട്ട് കേട്ടോ. എന്റെ അടുത്ത് കാരണം ഞാനല്ല ഡിസിഷൻ എടുക്കുന്നത്, ആളായിരിക്കും അതിനെ കുറിച്ചിട്ട് എടുക്കുന്നത്. സോ ബെറ്റർ ഓപ്ഷൻ. അവിടുത്തെ വർക്ക് വീട്ടിലിരുന്നിട്ടാ ചെയ്യുന്നത്. പക്ഷെ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഓഫീസിലേക്ക് വന്ന് പോകണല്ലോ. നമ്മൾ റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണല്ലോ. നമ്മൾ കമ്പനി മാതിരി മെയിൻറ്റെയിൻ ചെയ്യാണല്ലോ ഇത്. വന്ന് ഓക്കെ. ചേച്ചി ഞാനേ ഒരു മിനിറ്റ്, ഞാനൊരു 2 hours കഴിഞ്ഞിട്ട് വിളിക്കാം. ആക്ച്വലി ഞാനൊരു ക്ലാസ്സിലാണ്. ഞാൻ എന്നിട്ട് വിളിക്കാം ചേച്ചിനെ കേട്ടോ. അല്ല, ഓഫീസിലല്ല, ഇന്ന് ലീവാണ്. ഓക്കെ. യെസ്. അപ്പൊ സോറി, എനിക്കൊരു ഓഫീസ് കോൾ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാ. ക്ലിയർ ആണോ? വോയിസ് ഇഷ്യൂസ് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഹലോ, ആർ യു ദേർ? ഇവിടെ ഉണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ മൂന്നാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ പറഞ്ഞു 10 to 19 വർക്കേഴ്സ്. അപ്പൊ ഇവിടെ വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇപ്പോഴും ലാഗ് ഉണ്ടോ? ശരിക്കും ഇപ്പോഴും ലാഗ് ഉണ്ടോ? ഓക്കെ. അതെന്താന്ന് വെച്ചാലേ ഇപ്പൊ കോള് വന്നു എന്റെ ഫോണിക്ക്, അതാണ്ടായേ. സാധാ മറ്റേ കോള് വന്നപ്പോ ഡാറ്റ കട്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സംസാരിക്കുമ്പോ കുഴപ്പമില്ലല്ലോ? ഓക്കെ, അത് കോള് വന്നോണ്ടാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഞാൻ എന്താണ് ആപ്ലിക്കബിലിറ്റി പറഞ്ഞു. ആപ്ലിക്കബിലിറ്റി എന്താ പറഞ്ഞ? ഫാക്ടറി, എസ്റ്റാബ്ലിഷ്മെന്റ്. ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ എന്താ 20 or more വർക്കേഴ്സ്. രണ്ടാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റിൽ എത്രയായിരുന്നു? രണ്ടാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് പറഞ്ഞോ. രണ്ടാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് എത്രയായിരുന്നു? 10 to 19 വർക്കേഴ്സ്. യെസ്. ഇവിടെ വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇവിടെ വരെ ക്ലിയർ ആണോ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 അല്ലെ? അതെന്താണ് ബോണസ് എന്ന് പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ആപ്ലിക്കബിലിറ്റി പറഞ്ഞു. ഇവിടെ വരെ ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺസ് ദ ആക്ട് ഈസ് ആപ്ലിക്കബിൾ, ഒരു ദിവസം നമ്മൾ എന്താണ് നമ്മുടെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, അതായത് 20-20ലധികം വർക്കേഴ്സ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വന്നെങ്കിൽ, അല്ലെങ്കിൽ 10-19 വർക്കേഴ്സ് അത് എസ്റ്റാബ്ലിഷ്മെന്റ് വരികയാണെങ്കിൽ, വൺസ് ദ ആക്ട് ഈസ് ആപ്ലിക്കബിൾ, ഇറ്റ് കണ്ടിന്യൂസ് ടു apply even if the employee falls below 20. നമ്മൾ ഒരു ദിവസം ഈ ആക്ട് നമ്മൾ ഒരു ദിവസം അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ പറഞ്ഞു 20-20ലധികം വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ദിവസം 20-20ലധികം വർക്കേഴ്സ് വന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് എന്താണ്, അതൊരു 15-16 ആയി. പക്ഷെ വൺസ് ഇത് ആപ്ലിക്കബിൾ ആണോ, ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്ലി ആപ്ലിക്കബിൾ. മനസ്സിലായോ പോയിന്റ്? മനസ്സിലായോ? ഓക്കെ. അപ്പൊ വൺസ് അത് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ആപ്ലിക്കബിൾ ആവും. ഇനി ഞാൻ പറഞ്ഞു എവിടേക്കാണ് ആപ്ലിക്കബിൾ എന്ന് പറയും. ഇനി എവിടേക്കാണ് ഇത് ആപ്ലിക്കബിൾ അല്ലാത്ത? നോൺ ആപ്ലിക്കബിലിറ്റി ഓഫ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ഹെഡിങ് കൊടുത്തോട്ടോ, എഴുതിക്കോ. അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എവിടേക്കാണ് ആപ്ലിക്കബിൾ എന്നുള്ളത് പറഞ്ഞു. നമ്മൾ ഫാക്ടറി 20 or more വർക്കേഴ്സ്, 10 to 19 വർക്കേഴ്സ് ഒക്കെ പറഞ്ഞു.
ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് പറഞ്ഞു. ഇനി എവിടേക്കാണ് നോൺ ആപ്ലിക്കബിലിറ്റി? ഓക്കെ, എവിടേക്കാണ് ഇത് ആപ്ലിക്കബിൾ അല്ലാത്ത എന്നുള്ളത് നോക്കാം. ഇത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 എവിടേക്കാണ് നോൺ ആപ്ലിക്കബിൾ? ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഗവൺമെന്റ് എംപ്ലോയീസ്. ഗവൺമെന്റ് എംപ്ലോയീസിക്ക് എന്താണ് ഈ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എന്താണ് ആപ്ലിക്കബിൾ അല്ല. ഇനി ആരൊക്കെയാണ് ഈ ഗവൺമെന്റ് എംപ്ലോയീസ് എന്നുള്ളത് നോക്കാം. നോക്കൂ, ഇവിടെ കുറച്ച് ബ്ലർ ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ദ ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഗവൺമെന്റ് എംപ്ലോയീസ്. എന്താണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ആരാണ് ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മുനിസിപ്പാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, മുനിസിപ്പാലിറ്റിയിലെ എംപ്ലോയീസിന് ഇത് എന്തല്ല ആപ്ലിക്കബിൾ അല്ല. റെയിൽവേ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, റെയിൽവേ എംപ്ലോയീസിന് ആപ്ലിക്കബിൾ അല്ല. എംപ്ലോയീസ് ഓഫ് യൂണിവേഴ്സിറ്റി, ഓരോ യൂണിവേഴ്സിറ്റീസ് ഇല്ലേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി അല്ലെ, യൂണിവേഴ്സിറ്റി എംപ്ലോയീസിന് ഇത് ആപ്ലിക്കബിൾ അല്ല. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇത് ആപ്ലിക്കബിൾ അല്ല. ചാരിറ്റബിൾ ഹോസ്പിറ്റൽസിന് ഇല്ല. സോഷ്യൽ വെൽഫെയറിനില്ല. ഡിഫൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡിഫൻസിന് ഇതല്ല. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പബ്ലിക് സെക്ടറിന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിനൊന്നും എന്തല്ല ആപ്ലിക്കബിൾ അല്ല. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ the payment of bonus act is not applicable to government employees, and this government employees includes municipality employees, railway employees, employees of universities, educational institutional employees, then defense employees. Okay, ഇതൊക്കെയാണ് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഷഹലി രാഹുൽ മാത്രമേ ഉള്ളൂ ഇവിടെ? ബാക്കി ആരുമില്ലേ? അനശ്വര, അമ്മൽ. ഓക്കെ, അപ്പൊ ഇവിടെ വരെ മനസ്സിലായെന്ന് വിചാരിക്കണം. യെസ്. ഇനി ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. എന്താണ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്? അത് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. എന്താന്നുള്ളത് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എന്താണ് അക്കൗണ്ടിങ് ഇയർ എന്നുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ എന്താണെന്നുള്ളത്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഇവിടെ ചോദിക്കും ആസ് പെർ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എന്താണ് അക്കൗണ്ടിങ് ഇയർ എന്നുള്ളത്. 3 ടോപ്പിക്, ഫോർ കോർപ്പറേഷൻ, ഫോർ കമ്പനീസ്, ഫോർ എനി അതർ കേസിൽ കൊടുത്തിട്ടുണ്ട്. എനി അതർ കേസ് നിങ്ങൾക്ക് അറിയാം, 1/4/2019 31 മാർച്ച് 2020 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് ചെറിയൊരു അസൈൻമെന്റ് മാതിരി ഞാൻ തരികയാണ്. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, പുസ്തകം ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് അക്കൗണ്ടിങ് ഇയർ? കോർപ്പറേഷൻ പ്രകാരം എന്താണ് അക്കൗണ്ടിങ് ഇയർ? കമ്പനി പ്രകാരം എന്താണ്? അതർ കേസസിൽ എന്താണ് അക്കൗണ്ടിങ് ഇയർ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ പരിപാടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ഒരു അസൈൻമെന്റ് ആണ് തരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, യെസ്. നിങ്ങൾക്ക് ഇനി ഈ എന്താണെന്ന് അറിയണേ ഞാൻ പിക്ക് എടുത്തിട്ട് അയച്ചുതരാം. നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ഇനി പറയാൻ പോണത് ശ്രദ്ധിച്ചോ. ഞാൻ ചോദിക്കാണ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. ഇവിടെ വരെ നിങ്ങൾ പഠിച്ചത് വെച്ച് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഹൂം ദ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഇസ് ഇനാക്റ്റഡ്? ആൻസർ പറഞ്ഞോ. ഫോർ ഹൂം ദ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഇസ് ഇനാക്റ്റഡ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഇനാക്ട് ചെയ്തിട്ടുള്ളത്, അതായത് ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ആൻസർ പറയും. For whom the payment of bonus act is enacted? Answer ഇല്ല? എംപ്ലോയീസ്. യെസ്, വർക്കേഴ്സ് അല്ല കേട്ടോ ജോ പറയാ, എംപ്ലോയീസ് എന്നുള്ള ആൻസർ തന്നെ വരണം കേട്ടോ, എംപ്ലോയീസിന് വേണ്ടി. അപ്പൊ ആൻസർ ഇസ് എംപ്ലോയി. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിന്നോട് ചോദിക്കുകയാണ്, ഹു ഈസ് ആൻ എംപ്ലോയി? ആസ് പെർ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, നമ്മുടെ ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരാന്നുള്ളത് നോക്കാം നമുക്ക്. ഞാൻ നിങ്ങളെ ആൻസർ ഒക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു, നല്ല പിള്ളേരാണ്, മനസ്സിലാക്കുന്നുണ്ട്, ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കണമെന്ന് മനസ്സിലായി, പിള്ളേരൊക്കെ ഫുൾ ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാണ്, നമ്മുടെ ആൻസർ നമ്മൾ പറഞ്ഞു, ഫോർ ഹൂം ദ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഇസ് ഇനാക്റ്റഡ് എന്ന് ചോദിക്കുമ്പോൾ യു ക്യാൻ ടെൽ ദി ആൻസർ, ഡെലിവർ ദി ആൻസർ എംപ്ലോയീസ്. ഓക്കെ, വർക്കേഴ്സ് പറയരുത് ജോ, ഇറ്റ് ഷുഡ് ബി എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീസ് എന്ന് പറയണം. വർക്കറിന്റെ അർത്ഥം അതൊക്കെ തന്നെ, പക്ഷെ എംപ്ലോയീസ് എന്നാണ് നമ്മൾ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് പ്രകാരം പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എംപ്ലോയി ആസ് പെർ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്? ആരൊക്കെയാണ് എംപ്ലോയി?
ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ ഇസ് ഹു ഇസ് ആൻ എംപ്ലോയി? ആരാണ് എംപ്ലോയി ആസ് പെർ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്? ശ്രദ്ധിച്ചോ, ആൻസർ എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് അല്ലേ, അണ്ടർ സെക്ഷൻ 2 സബ്സെഷൻ 13, 2 സബ്സെഷൻ 13. ഓക്കെ, അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാനൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തരാം. അണ്ടർ സെക്ഷൻ 2 സബ്സെഷൻ 13 ട്ടോ. ഓക്കെ, അണ്ടർ സെക്ഷൻ 2 സബ്സെഷൻ 13 ഓഫ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഏതാണ് ഇയർ പറഞ്ഞേ? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഏതാ ഇയർ? 1965 അല്ലേ? അപ്പോൾ നമ്മുടെ ഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി എന്നുള്ള ഒരു വേർഡ് എങ്ങനെയാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഡിഫൈൻ ചെയ്യേണ്ടത് പറയാം. നമ്മൾ ഫസ്റ്റ് പറയുന്ന പോയിന്റ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 എംപ്ലോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ്? ശ്രദ്ധിച്ചോ, എനി പേഴ്സൺ. ഓക്കെ, എനി പേഴ്സൺ എംപ്ലോയിഡ്. ഓക്കെ, എനി പേഴ്സൺ എംപ്ലോയിഡ് ഫോർ ഹയർ ഓർ റിവാർഡ് to do skilled or unskilled, supervisory or technical or clerical, managerial or administrative, where the salary does not exceed 21,000 but does not include apprentice. ഇപ്പൊ ഞാൻ വായിച്ചത് എന്താ മനസ്സിലായേ? എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സൺ ആയിരിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഒരു റിവാർഡിന് വേണ്ടിയിട്ട് ഹയർ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. എന്തൊക്കെ ചെയ്യുന്ന ആള്? ടു ഡു സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കാം. മാനുവൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി ആയിരിക്കാം. ഓക്കെ, ടെക്നിക്കൽ ഓർ ക്ലറിക്കൽ ആയിരിക്കാം. ഓക്കെ, മാനുവൽ ഓർ അഡ്മിനിസ്ട്രേറ്ററി ആയിരിക്കാം. പക്ഷേ അയാളുടെ സാലറി എത്ര ഇൻക്രീസ് ചെയ്യാൻ പാടില്ല? വിച്ച് ഡസ് നോട്ട് എക്സീഡ് 21,000 rupees. ആൻഡ് ഈ പറയുന്ന എംപ്ലോയീസിൽ ആര് ഇൻക്ലൂഡ് ചെയ്യില്ല? അപ്രന്റൈസ് ഇൻക്ലൂഡ് ചെയ്യില്ല. But does not include apprentice. This is the definition of employee under section 2 subsection 13 of Payment of Bonus Act 1965. Clear ആണോ? ക്ലിയർ ആണോ? ഹലോ, ഒന്നുകൂടെ നമുക്ക് പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് എന്ത്? എംപ്ലോയി അണ്ടർ ദിസ് ആക്ട് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ പറഞ്ഞ എംപ്ലോയിയുടെ എംപ്ലോയി ഏത് സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്നത്? എംപ്ലോയി എന്ന് പറയുന്നത് പറ. 2 സബ്സെക്ഷൻ 13. ഓക്കെ, മറക്കരുത് കേട്ടോ. 2 സബ്സെക്ഷൻ 13 ആണ് പറയുന്നത് എംപ്ലോയി. ഓക്കെ, എന്താ പറയുന്നത്? എനി പേഴ്സൺ. എംപ്ലോയി എന്ന് പറയുന്നതായിരിക്കാം എനി പേഴ്സൺ. ഇവിടെ നമ്മുടെ ഇതിൽ കാണിച്ചു തരാം ഞാൻ കേട്ടോ. എംപ്ലോയി മീൻസ് കണ്ടോ, എംപ്ലോയി മീൻസ് എനി പേഴ്സൺ. ഓക്കെ, എംപ്ലോയിഡ് ഓൺ എ സാലറി ഓർ വേജ് എക്സീഡിംഗ് 21,000 per month in any industry to do skilled, unskilled, manual, supervisory, managerial or administrative or clerical for hire or reward. ഓക്കെ, അത് അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആരെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല? അതർ ദാൻ അപ്രന്റൈസ്. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ആരിനെ ഇൻക്ലൂഡ് ചെയ്യില്ല? അപ്രന്റൈസിനെ ഇൻക്ലൂഡ് ചെയ്യില്ല. ഈ പോയിന്റ്സ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഞാൻ ഒറ്റ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എംപ്ലോയി എന്ന് പറയുന്നത് എനി പേഴ്സൺ എംപ്ലോയിഡ് ഫോർ ഹയർ ഓർ റിവാർഡ് ടു ഡു സ്കിൽഡ് ഓർ അൺസ്കിൽഡ്, മാനുവൽ ഓർ സൂപ്പർവൈസറി, technical or clerical, managerial or administrative, where the salary does not exceed 21,000 and but does not include apprentice. Clear ആണോ? Clear ആണോ? യെസ്. ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഇപ്പൊ എല്ലാ പോയിന്റ്സും പറയാൻ പറ്റിയില്ലെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ എംപ്ലോയിയുടെ ഡെഫിനിഷൻ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തൊക്കെയാണ് എംപ്ലോയി എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തുടങ്ങിക്കോട്ടെ. സ്റ്റാർട്ട് ചെയ്തോ, പോരട്ടെ. എനി പേഴ്സൺ. യെസ്, എനി പേഴ്സൺ. രാഹുൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനി പേഴ്സൺ. അനശ്വര പറഞ്ഞു എനി പേഴ്സൺ എംപ്ലോയിഡ് ഓൺ എ സാലറി. ഓക്കെ, യെസ്. ബാക്കിയുള്ളവർ പറഞ്ഞോ.
രാഹുൽ മനശ്വരി ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് പറഞ്ഞോ. വേഗം വേഗം. ഇൻ എനി ഇൻഡസ്ട്രി. യെസ്, ഷഹല പറഞ്ഞു ഇൻ എനി ഇൻഡസ്ട്രി. സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ്. ഓക്കെ, യെസ്. പിന്നെ എന്തായിരുന്നു ഞാൻ പറഞ്ഞ ഓർമ്മയുള്ളത്? അന്തന സ്കിൽഡ് ഓർ അൺസ്കിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണവേണിയൊക്കെ പോയാ? അമൽ ഡസ് നോട്ട്, സാലറി ഡസ് നോട്ട് ഇൻക്ലൂഡ് 21,000 പറഞ്ഞിട്ടുണ്ട്. യെസ്, മാനുവൽ. ഓക്കെ, മാനുവൽ അല്ലെങ്കിൽ എന്തായിരുന്നു പറഞ്ഞ? മാനുവൽ ഓർ സൂപ്പർവൈസറി. യെസ്. പിന്നെ എന്തൊക്കെയായിരുന്നു? മാനേജീരിയൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ്, ടെക്നിക്കൽ ഓർ ക്ലറിക്കൽ. ഞാൻ കുറച്ച് യെസ്, ഹയർ ഓർ റിവാർഡ്, മാനേജീരിയൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ്. ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണോ ഞാൻ നിങ്ങൾക്ക്? എന്താണ് എംപ്ലോയി എന്ന് പറയാം. മൊത്തം ഡെഫിനിഷൻ ഒറ്റയടിക്ക് പറയാൻ കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണം. എന്റെ നിഗമനം ശരിയാണോ? ഓക്കെ, എന്ത് ചെയ്യാ? ഞാൻ പറയുന്ന പോയിന്റ്സ് ഇൻ കേസ് റെക്കോർഡ് എടുത്ത് കേൾക്കുക. അതെല്ലാം എന്ത് ചെയ്യാ? നോട്ട്സ് എഴുതി വെക്കുക കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോ എന്താണ് എംപ്ലോയി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ കൃഷ്ണവേണിയും അവരൊക്കെ എവിടെ പോയി? മുങ്ങിപ്പോയോ? ഫസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂല്ലോ. ഓക്കെ, മിസ് നെറ്റ് ലാഗ്. ഓക്കെ ഓക്കെ, എന്റെ ആണോ നെറ്റ് ലാഗ് അതോ നിങ്ങളുടെ ആണോ? ഓക്കെ, മോൾക്ക് പ്രശ്നം അല്ലേ? ആ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എംപ്ലോയി എന്താണെന്ന് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കുകയാണ്, ആരാണ് എലിജിബിൾ എംപ്ലോയി? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എലിജിബിൾ എംപ്ലോയി അണ്ടർ ദി ആക്ട് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്? ആരാണ് എലിജിബിൾ എംപ്ലോയി? ഇതിനോട് കണക്ട് ചെയ്തിട്ട് ആരാണ് എംപ്ലോയി എന്ന് പറഞ്ഞു. ഇനി ആരൊക്കെയാണ് എലിജിബിൾ എംപ്ലോയി? അതായത് ഈ ബോണസ് ഓഫ് പേയ്മെന്റ് ആക്ട് എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയി ആരാണ് ഞാൻ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? എലിജിബിൾ എംപ്ലോയി എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് പ്രകാരം ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്? എന്താ ഈ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് പ്രകാരം ഈ ബോണസ് കിട്ടാൻ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാം എംപ്ലോയി ആണെന്നുള്ളത് അല്ലെ? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എന്തിനാ, ആർക്കാ വേണ്ടി വന്നിട്ടുള്ള? എംപ്ലോയിക്കാണ്. അപ്പൊ ഞാൻ ചോദിക്കാണ്, എംപ്ലോയി എന്താന്നുള്ളത് പറഞ്ഞു. എന്താണ് ഹൂ ഇസ് എലിജിബിൾ എംപ്ലോയി? ഏതൊക്കെ എംപ്ലോയീസ് ആണ് എലിജിബിൾ ആവുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആർക്കെല്ലാം പറയാൻ പറ്റും? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എലിജിബിൾ എംപ്ലോയി? എലിജിബിൾ എംപ്ലോയി പറയാൻ പറ്റുമോ? ഞാൻ പറയാം. എലിജിബിൾ എംപ്ലോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇറ്റ് ഷുഡ് ബി ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13. എംപ്ലോയി പ്രകാരം, അതായത് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 30 പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുള്ള എംപ്ലോയി ആയിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് 2 സബ്സെക്ഷൻ 13 പ്രകാരം ആരൊക്കെയാണ് എംപ്ലോയി എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറ്റ് ഷുഡ് ബി ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ 13 പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുള്ള എംപ്ലോയി ആയിരിക്കണം ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the employee who has worked for 13 working days in an accounting year is said to be an eligible employee. അതായത് ആ അക്കൗണ്ടിങ് ഇയറിലെ മിനിമം എത്ര ദിവസം വർക്ക് ചെയ്തിരിക്കണം? 30 ദിവസം വർക്ക് ചെയ്തിരിക്കണം. രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത് എലിജിബിൾ എംപ്ലോയി. ഒന്ന് പറയുന്നത് എന്താണ്? ദി എംപ്ലോയി ഷുഡ് ബി ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13. ഓക്കെ, 2 സബ്സെക്ഷൻ 13 പ്രകാരം എന്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള എംപ്ലോയി ആയിരിക്കണം പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം 30 ഡേയ്സ് എങ്കിലും എന്തായിരിക്കണം? അക്കൗണ്ടിങ് ഇയറിലെ എന്തായിരിക്കണം? വർക്കിംഗ് ആയിരിക്കണം. മിനിമം 30 ഡേയ്സ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, എന്തായിരിക്കണം? നമ്മൾ വർക്കിംഗ് ആയിരിക്കണം. പിന്നെ പറയുന്നത് ചെറിയൊരു കാര്യം പറയുന്നത് സീസണൽ എംപ്ലോയീസ്. സീസണൽ എംപ്ലോയീസ് നിങ്ങൾക്ക് അറിയാലോ എന്താണ്? അറ്റ്ലീസ്റ്റ് ലെസ് ദാൻ 30 ഡേയ്സ് വർക്ക് ചെയ്താലും കുഴപ്പമില്ല എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, സീസണൽ എംപ്ലോയിയുടെ കാര്യം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഇത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ.
ഇതിലെവിടെയോ പറയുന്നുണ്ടായിരുന്നു എലിജിബിൾ എംപ്ലോയി യെസ് ദേ എലിജിബിലിറ്റി ഓഫ് ബോണസ് ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ എംപ്ലോയീസിനാണ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുക അപ്പൊ ഒന്ന് പറയുന്നത് ഹീസ് എൻ എംപ്ലോയി ആസ് പെർ ഡെഫിനിഷൻ 2 സബ്സെക്ഷൻ 13 രണ്ടാമത്തെ ഹി ഹാസ് വർക്ക്ഡ് ഇൻ ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് മിനിമം 30 days ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ അക്കൗണ്ടിങ് ഇയർ 30 days എങ്കിലും മിനിമം വർക്ക് ചെയ്തിരിക്കണം ഇൻ കേസ് ഓഫ് സീസണൽ എംപ്ലോയി ഹി ഹാസ് വർക്ക്ഡ് ഫോർ നോട്ട് ലെസ് ദാൻ 30 days എന്താ 30 ദിവസത്തിലെ എന്താണ് അധികം മീൻസ് അധികമല്ല ലെസ് ദാൻ 30 days എന്ത് ചെയ്യാം വർക്ക് നോട്ട് ലെസ് ദാൻ 30 days അതായത് ഇത് സെയിം തന്നെ പറയുന്നത് അതായത് ഇപ്പൊ സീസണൽ എംപ്ലോയീസ് ആയിക്കോട്ടെ അതല്ല മിനിമം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഹി ഹാസ് വർക്ക്ഡ് ഇൻ ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കൺസോളിഡേറ്റ് ചെയ്ത് പറയാം ഇപ്പൊ സീസണലും അതുമാതിരി എന്താണ് സാധാരണ എംപ്ലോയീസിന്റെ കാര്യം ഡിഫറെന്റ് അല്ല പറയണത് ഹി ഹാസ് വർക്ക്ഡ് ഫോർ നോട്ട് ലെസ് ദാൻ 30 days എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മിനിമം 30 days വർക്ക് ചെയ്യുന്നത് അപ്പൊ 2 പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി ഫസ്റ്റ് പോയിന്റ് ഹി ഈസ് എൻ എംപ്ലോയി ആസ് പെർ ഡെഫിനിഷൻ 2 സബ്സെക്ഷൻ 13 രണ്ടാമത്തെ പറയുന്നത് എന്താ ഹി ഹാസ് വർക്ക്ഡ് ഇൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ മിനിമം 30 days ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ മനസ്സിലായോ എലിജിബിൾ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഞാൻ പറയാണ് ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എലിജിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് പറയുന്നത് എന്താ നമ്മുടെ 2 സബ്സെക്ഷൻ 13 പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയി ആയിരിക്കണം ഹി ഷുഡ് വർക്ക് ഇൻ എന്താണ് വർക്ക് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ വിച്ച് ഈസ് നോട്ട് ലെസ് ദാൻ 30 വർക്കിംഗ് ഡേയ്സ് മനസ്സിലായോ ക്ലിയർ ആണോ അപ്പൊ എന്താണ് എംപ്ലോയി എന്ന് പറഞ്ഞു എന്താണ് എലിജിബിൾ എംപ്ലോയി എന്നുള്ളത് പറഞ്ഞു ഇവിടെ വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പോയിന്റിൽ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അതാണ് പെട്ടെന്ന് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സീസണൽ എംപ്ലോയിയുടെ കാര്യം ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഒന്നുകൂടെ പറയണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം അതെല്ലാം ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം ക്ലിയർ ആണോ ഒന്നുകൂടെ പറയാം അപ്പോ ഷഹല നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് എംപ്ലോയി എന്നുള്ളത് മനസ്സിലായോ നമുക്ക് എംപ്ലോയി എന്താന്നുള്ളത് മനസ്സിലായോ ഷഹലക്ക് എന്താണ് ഓക്കെ അപ്പോ നെക്സ്റ്റ് ചോദ്യം എംപ്ലോയി ആണെന്നുള്ളത് എന്താണെന്ന് മനസ്സിലായി ആർക്കൊക്കെയാണ് ഈ എലിജിബിലിറ്റി ഓക്കെ ഈ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിന് എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ആരൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഹൂസ് എലിജിബിൾ എംപ്ലോയി ആരാണ് എലിജിബിൾ എംപ്ലോയി എന്ന് പറയാം അല്ലെങ്കിൽ ഹൂസ് എന്താണ് എലിജിബിൾ ഫോർ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ആരൊക്കെയാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിന് എലിജിബിൾ ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആൻസർ 2 കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് he is an employee defined under section 2 subsection 13 2 subsection 13 പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള എംപ്ലോയി ആണ് which means that നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 30 days എങ്കിലും ആ അക്കൗണ്ടിങ് ഇയറിൽ എന്ത് ചെയ്തിരിക്കണം വർക്കിംഗ് ആയിരിക്കണം the employee who has worked for 13 working days in an accounting year is said to be eligible employee മനസ്സിലായോ ഇപ്പൊ ക്ലിയർ ആണോ ഓക്കെ അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ എലിജിബിൾ എംപ്ലോയി എന്നുള്ളത് പറയുന്നത് ഓക്കെ ഇവിടെ വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് എംപ്ലോയി എന്താന്നുള്ളത് പറഞ്ഞു ഇനി എംപ്ലോയർ ഓക്കെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം ബോറടിക്കണ്ടോ ബോറടിക്കണ്ടോ ഉറപ്പല്ലേ ഉറപ്പാണോ യെസ് ഓക്കെ അപ്പൊ എന്താണ് എംപ്ലോയിയുടെ നമ്മൾ സെക്ഷൻ ഏതാ പറഞ്ഞ 2 സബ്സെക്ഷൻ 13 ബ്രേക്ക് തരണോ യെസ് ആശ്വി നമുക്ക് ബ്രേക്ക് എടുക്കാം ഒരു 10 minutes ബ്രേക്ക് ഓക്കെ ബ്രേക്ക് എടുക്കല്ലേ ഇപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ ഒരു ഇപ്പോ എത്ര മണിയായി 3:12 ഒരു 15 minutes എടുക്കണ്ട ഒരു
ഒരു 22 ഒക്കെ ആവുമ്പോ 22 ഒക്കെ ആവുമ്പോ, അതായത് ഒരു 3:22 ഒക്കെ ആവുമ്പോ നിങ്ങൾ ഒന്ന് കയറി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എടുത്തോ. 3:30 ആവുമ്പോ നിങ്ങൾ കയറും. ഓക്കെ, 3:30ക്ക് ബാക്ക് ടു ക്ലാസ്. ഓക്കെ ഓക്കെ, ഒന്ന് വാഷ് ഒക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പോയോട്ടാ, ഒന്ന് ഉഷാറായിട്ട്. ഓക്കെ.
Mm.
എടുക്കാനായിരുന്നു. അപ്പൊ ഒരുപാടുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ ഒരു സ്റ്റേബിൾ അല്ലാത്ത ഡിസിഷൻ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ചേച്ചി എന്തായാലും നോക്ക്. ഒരു ഈവനിങ് ഒന്ന് പറയും കേട്ടോ. നമുക്ക് അതുപോലെ എന്താണെന്ന് ചെയ്യാം. ഓക്കെ. ഹലോ, കഴിഞ്ഞോ? ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എത്തിയോ എല്ലാവരും? ഉഷാറായോ? ഷഹല മാത്രമേ ഉള്ളൂ? അനശ്വര, ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? റിയാക്ട് ചെയ്യണില്ലല്ലോ. ഫാത്തിമ, ജോ, എന്താ മിണ്ടാണ്ടിരിക്കണ? ആസ്വി, അമൽ. ഫാത്തിമ ഒട്ടും റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ ഇന്നത്തെ ചാറ്റില്. ഐ തിങ്ക് സോ ഉണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് മുതൽ ഒന്ന് സമപ്പ് ചെയ്തെടുത്തേ. എവിടെ വരെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് വേഗം വേഗം ഒന്ന് സമപ്പ് ചെയ്തെടുക്ക. എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ആദ്യം എന്താ പറഞ്ഞേ? വേഗം വേഗം. ഏത് ആക്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്? യെസ്, ആദ്യം പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താണ് ബോണസ് എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത് നമ്മള്? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഓക്കെ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? സ്കോപ്പ് ആപ്ലിക്കബിലിറ്റി പറഞ്ഞു. ഓക്കെ. എംപ്ലോയി എന്താന്ന് പറഞ്ഞു, എലിജിബിൾ എംപ്ലോയി എന്താന്ന് പറഞ്ഞു അല്ലെ? യെസ്, ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. അപ്പൊ എംപ്ലോയി കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എംപ്ലോയറിനെ കുറിച്ചിട്ടാണ്. ആരാണ് എംപ്ലോയർ? ഓക്കെ, ഞാൻ പറഞ്ഞു സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1960 എത്രയായിരുന്നു? 1960. യെസ്, ഓക്കെ. 1965 പറയുന്നത്. അപ്പോ എംപ്ലോയി ടു സബ്സെക്ഷൻ 13 ആണെങ്കിൽ എംപ്ലോയർ ടു സബ്സെക്ഷൻ 14 ആണ്. ഓക്കെ, 13, 14 അങ്ങനെ എടുക്കുന്നത് മനസ്സിലായോ? 13 നമ്മുടെ എംപ്ലോയി എങ്കിൽ നമ്മുടെ എംപ്ലോയർ എവിടെ എടുക്കണേ? 14 ടു സബ്സെക്ഷൻ 14. ഓക്കെ. അപ്പൊ എംപ്ലോയർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇസ് എ ഫാക്ടറി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആപ്ലിക്കബിൾ ആകുന്നത് ഫാക്ടറിയിലും എസ്റ്റാബ്ലിഷ്മെന്റിലും ആയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഫാക്ടറിയിലാണെങ്കിൽ ഓക്കെ, നമ്മൾ ആപ്ലിക്കബിലിറ്റിയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 3 എസ്റ്റാബ്ലിഷ്മെന്റ്, 2 എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ഫാക്ടറി എന്നൊക്കെ. അപ്പൊ എന്താണ് ഫാക്ടറി? ഫാക്ടറിയിലെ എംപ്ലോയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ആയിരിക്കാം? അതിന്റെ ഓണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒക്യുപ്പയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏജന്റ് ഓഫ് ഒക്യുപ്പയർ ആയിരിക്കും. ഒക്യുപ്പയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാസ് ദ അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. ആ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ എല്ലാ കൺട്രോളും ഒരാളിലേക്ക് ഉണ്ടെങ്കിൽ അയാൾ ഒക്യുപ്പയർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ആ ഒക്യുപ്പയറിന്റെ ഏജന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കാം. ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് ഓണർ ഓർ ഒക്യുപ്പയർ. അതായത് എന്താ ലീഗൽ റെപ്രസെന്റേറ്റീവ് നമ്മൾ പറയില്ലേ, ലീഗലി ഇപ്പൊ അച്ഛൻ മോനെ, മോന്റെ മോനെ, അങ്ങനെ. ഓക്കെ, ലീഗൽ റെപ്രസെന്റേറ്റീവ് ആവാം. അല്ലെങ്കിൽ ദ പേഴ്സൺ നെയിംഡ് ആസ് എ മാനേജർ ഓഫ് ദ ഫാക്ടറി പ്രകാരമുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പൊ ഒന്നുമില്ല, എംപ്ലോയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടറിയിൽ പറയണത് ആരൊക്കെ ആയിരിക്കാം? ഒരു ഓണർ ആയിരിക്കാം, ഒക്യുപ്പയർ ആയിരിക്കാം, ഏജന്റ് ഓഫ് ഒക്യുപ്പയർ ആയിരിക്കാം, ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കാം, പേഴ്സൺ നെയിംഡ് ആസ് മാനേജർ ആയിരിക്കാം. ഓക്കെ, 5 പോയിന്റ്സ് ആണ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ ഓണർ എന്നുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയർ എന്നുള്ളത് പറയുന്നത്. ഓണർ അല്ല, സോറി, എംപ്ലോയർ എന്ന് പറയുന്നത്. ഇനി അതർ എസ്റ്റാബ്ലിഷ്മെന്റിലാണെങ്കിൽ പേഴ്സൺ ഹാവിംഗ് ദി അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ്. ആ എസ്റ്റാബ്ലിഷ്മെന്റിൽ എല്ലാ കാര്യങ്ങളിലുള്ള കൺട്രോൾ ഉള്ള ആളും. അതല്ലെങ്കിൽ ദ മാനേജർ ഓർ മാനേജിംഗ് ഡയറക്ടർ ആണ് എന്ത് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ എംപ്ലോയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ക്ലിയർ ആണോ? യെസ്. അണ്ടർ സെക്ഷൻ എത്രയായിരുന്നു? എംപ്ലോയർ അണ്ടർ സെക്ഷൻ പറ. ടു സബ്സെക്ഷൻ 14.
ഫാക്ടറിയിലെ ആരൊക്കെ വരും? ഇൻ കേസ് ഓഫ് ഫാക്ടറിയിൽ ആരൊക്കെ വരും പറഞ്ഞേ? ഓണർ ആയിരിക്കാം. യെസ്, ഓണർ ആയിരിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പോട്ടെ വേഗം. ഒക്യുപ്പയർ ആയിരിക്കാം, ഏജന്റ് ഓഫ് ഒക്യുപ്പയർ ആയിരിക്കാം അല്ലേ? പിന്നെ ആരൊക്കെയായിരുന്നു? ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കാം, മാനേജർ എന്നുള്ള പോസ്റ്റിൽ കൊടുത്തിട്ടുള്ള ആളായിരിക്കും അല്ലെ? അതർ എസ്റ്റാബ്ലിഷ്മെന്റിലാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? പേഴ്സണൽ ഹാവ് ദി അൾട്ടിമേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, അല്ലെങ്കിൽ ദ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ വരെ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സാലറി, അതിൽ എന്താണ് വേജ്. ഓക്കെ, ആസ് പെർ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 വാട്ട്സ് ദ മീനിങ് ഓഫ് സാലറി, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്ന വേജ് എന്നുള്ളത് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയണത് അതെന്തായിരിക്കണം? മോണിറ്ററി ടേംസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സാധനമായിരിക്കും. ക്യാഷ് ആയിട്ടുള്ള കിട്ടണം തന്നെ ആയിരിക്കും. അല്ലാണ്ട് 2 തേങ്ങ നീ പണിയെടുത്തു ഒരു മാസം 10 തേങ്ങ കൊണ്ടുപോയിക്കോന്ന് പറയരുത്. മനസ്സിലായോ? അതിന്റെ റിവാർഡായിട്ട് എന്ത് ചെയ്ത് നീ എന്തായാലും ഒരു മാസം കുറെ വർക്ക് ചെയ്ത് ഒരു 10 തേങ്ങ എന്റെ അപ്പുറത്തെ പറമ്പെന്ന് കൊണ്ടുപോയിക്കോന്ന് പറയുന്ന സാധനമായിരിക്കാൻ പാടില്ല സാലറി. ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി. ഓക്കെ, ഇൻ ടേംസ് ഓഫ്, മനസ്സിലായോ? റെമ്യൂണറേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പിന്നെ വിച്ച് വുഡ് ബി പേയബിൾ ടു എംപ്ലോയിക്ക്, അതായത് എംപ്ലോയിക്ക് പേ ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കണം അല്ലെ? പിന്നെ എംപ്ലോയ്മെന്റ് ടേംസിലായിരിക്കും. അതൊന്നും വേണ്ട. ഫസ്റ്റ് നമുക്ക് പറയേണ്ട പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, പേയബിൾ ടു എംപ്ലോയി ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഇനി സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തത് ശ്രദ്ധിച്ചു കേട്ടോ. സാലറി എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. മണിയിൽ എന്ത് ചെയ്യണം? എക്സ്പ്രസ്ഡ് നമുക്ക് തന്നതായിരിക്കും, ക്യാഷ് ആയിട്ട് കിട്ടിയതായിരിക്കണം. ആര് പേയബിൾ ആയിരിക്കണം? പേയബിൾ ടു എംപ്ലോയി. ആര് പേയബിൾ ആയിരിക്കും? എംപ്ലോയർ ടു എംപ്ലോയി. ഓക്കെ, എംപ്ലോയർ ആർക്ക് കൊടുക്കണം? എംപ്ലോയിക്ക് കൊടുക്കുന്നതായിരിക്കണം. നമ്മുടെ എംപ്ലോയർ വേറെ എവിടെയെങ്കിലും എന്ത് ഉപകാരം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും. ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് നമ്മൾ ജോലി ചെയ്തിട്ടുള്ള ടേംസിൽ തന്നെ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്, സാലറി ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് സാലറി ഇൻക്ലൂഡ്? ഡിയർനെസ് അലവൻസസ്. ഡിയർനെസ് അലവൻസ് വെച്ചാൽ കോസ്റ്റ് ഓഫ് ലിവിങ്, നമ്മുടെ ജീവിതത്തിനുള്ള കോസ്റ്റ്. ഓക്കെ, ഡിയർനെസ് അലവൻസ്, ഫ്രീ ഫുഡ് അലവൻസ്, ഇതൊക്കെ എന്തിലും ഇൻക്ലൂഡ് ചെയ്യും? സാലറി ഇൻക്ലൂഡ് ചെയ്യും. ഡിയർനെസ് അലവൻസും ഫ്രീ ഫുഡ് അലവൻസും എന്ത് ചെയ്യും? നമ്മുടെ സാലറി ഇൻക്ലൂഡ് ചെയ്യും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, സാലറി എന്ന് പറയുന്നത് എന്തൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല എനി അതർ അലവൻസ്, വേറെ എന്തെങ്കിലും അലവൻസ് കൊടുക്കണം. കമ്മീഷൻ, ബോണസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, എക്സ്ഗ്രേഷ്യ പേയ്മെന്റ്, റിട്രെച്ച്മെന്റ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ആൻഡ് പ്രൊവിഡന്റ് ഫണ്ട്. നിങ്ങളുടെ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിട്ടുള്ളത് എക്സ്ഗ്രേഷ്യ പേയ്മെന്റ് എന്താന്നുള്ളതും റിട്രെച്ച്മെന്റ് കോമ്പൻസേഷൻ എന്നുള്ളത് എന്താന്നുള്ളത് കണ്ടുപിടിക്കാം. എക്സ്ഗ്രേഷ്യ എന്താന്നുള്ളത് നോക്കുക. എക്സ്ഗ്രേഷ്യ എന്താന്നുള്ളത് നോക്കുക. റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്താന്നുള്ളത് നോക്കുക. നോട്ട് ചെയ്ത് വെച്ചോട്ടെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കേ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എക്സ്ഗ്രേഷ്യ പേയ്മെന്റ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. ഇത് രണ്ടും നിങ്ങൾ നോക്കിക്കാം. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാ, നമ്മള് മൊത്തം പഠിച്ചിരിക്കുക. ആദ്യം പറഞ്ഞു സാലറി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് ഇറ്റ് ഷുഡ് ബി പേയബിൾ എംപ്ലോയർ ടു എംപ്ലോയി. എംപ്ലോയിക്കാണ് പേയബിൾ ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്, സാലറി ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാ? ഡിയർനെസ് അലവൻസും ഫ്രീ ഫുഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് അതർ അലവൻസ്, കമ്മീഷൻ, ബോണസ്, ട്രാവലിംഗ് കൺസെഷൻ, എക്സ്ഗ്രേഷ്യ പേയ്മെന്റ്, റിട്രെഞ്ച്മെന്റ്, പെൻഷൻ ഫണ്ട് ഓർ പ്രൊവിഡന്റ് ഫണ്ട്. മനസ്സിലായോ? ഇതെന്തിനാ ഈ സാലറി എന്ന് പറഞ്ഞത് ഡിഫൈൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയോ? കാരണം നിങ്ങളുടെ അവിടെ സാലറിയിൽ ഒരു 21,000 രൂപയുടെ ലിമിറ്റ് പറഞ്ഞില്ലേ നിങ്ങൾക്ക്? 21,000 രൂപയില് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടും ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സാലറി വേജസ് ഒക്കെ പറഞ്ഞു. എലിജിബിൾ ബോണസ് എന്താന്നൊക്കെ പറഞ്ഞു അല്ലെ? നമ്മൾ ആദ്യം എന്തൊക്കെയാ എംപ്ലോയി ആയിരിക്കണം, 30 വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഇതൊന്നും അധികം ഇമ്പോർട്ടന്റ് അല്ല. ഇനി നോക്കേണ്ടത് എന്താണ് സർപ്ലസ് ബോണസ്. സർപ്ലസ് ബോണസിന്റെ കാര്യം ജസ്റ്റ് ഒരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാൻ മതി. ഈ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു വെക്കാൻ മതി. വലിയ ഇമ്പോർട്ടൻ്റ്
എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ചെയ്യണം, ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 6 ഡിപ്രിസിയേഷൻ, റിബേറ്റ്സ്, ഡയറക്ട് ടാക്സ്. അപ്പൊ ഇതെല്ലാം കൂടെ കിട്ടുമ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമ്മുടെ അവൈലബിൾ സർപ്ലസ് കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചു വേണം, ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണ് അവൈലബിൾ സർപ്ലസ്, എങ്ങനെയാണ് നമുക്ക് സർപ്ലസ് കമ്പ്യൂട്ട് ചെയ്യും? അതായത് നമ്മുടെ ബോണസ് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് സർപ്ലസ് ഒരു ഇയറിലെ സർപ്ലസ് നമുക്ക് കണക്കൂട്ടണം, എന്നിട്ട് നമുക്ക് ബോണസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഈ ബോണസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ബോണസ് കണക്കൂട്ടുക എന്നാണ് ചോദിക്കുന്നത്. ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അതിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? ഓക്കെ, ഡിപ്രിസിയേഷൻ കുറയ്ക്കണം, റിബേറ്റ്സ് കുറയ്ക്കണം, ഡയറക്ട് ടാക്സ് കുറയ്ക്കണം. സം സ്പെസിഫൈഡ് ഇൻ തേർഡ് ഷെഡ്യൂൾ. തേർഡ് ഷെഡ്യൂൾ പറയുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചോളും. അതൊക്കെ കുറച്ചിട്ട് കിട്ടുന്നത് ഈ എ എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ ഡിഡക്ഷൻസ് ഒക്കെ കിട്ടുന്ന എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയാ, അവൈലബിൾ സർപ്ലസ് എന്നുള്ളത് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റിയാക്ട് ചെയ്യ, വേഗം വേഗം വേഗം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഒന്നുമില്ല, നമുക്കുള്ള ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, റിബേറ്റ്സ് കുറയ്ക്കുക, ഡയറക്ട് ടാക്സ് കുറയ്ക്കുക, ഈ പറയുന്ന സാധനങ്ങളൊക്കെ കുറയ്ക്കുക. അപ്പൊ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ ഇത് കുറയ്ക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ എന്ത് പറയുന്നത്, അവൈലബിൾ സർപ്ലസ് എന്നുള്ളത് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് മനസ്സിലായോ? ഇനി എന്താണ് അലോക്കബിൾ സർപ്ലസ്? അലോക്കബിൾ സർപ്ലസിന്റെ റേറ്റ്സ് ആണ് പറയുന്നത് കേട്ടോ. അലോക്കബിൾ സർപ്ലസ് നമ്മുടെ ഇൻ റിലേഷൻ ടു എംപ്ലോയർ ബീങ് നോൺ ബാങ്കിങ് കമ്പനി. നോൺ ബാങ്കിങ് കമ്പനിയിലെ എങ്ങനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്? 67% ഓഫ് അവൈലബിൾ സർപ്ലസ്. അതായത് ഒരു നോൺ ബാങ്കിങ് കമ്പനിയിലെ എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ that is equal to 67% of available surplus. ഞാൻ എന്താണ് അവൈലബിൾ സർപ്ലസ് എന്നുള്ളത് ആദ്യം പറഞ്ഞു അല്ലെ? അപ്പോ allocable surplus as per നോൺ ബാങ്കിങ് കമ്പനി. ഓക്കെ, നോൺ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ റിലേഷൻ ടു എംപ്ലോയർ ബീങ് എ നോൺ ബാങ്കിങ് കമ്പനി. അപ്പൊ എംപ്ലോയർ ഒരു നോൺ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ എന്താണ് allocable സർപ്ലസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? 67% ഓഫ് അവൈലബിൾ സർപ്ലസ്. അവൈലബിൾ സർപ്ലസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. ആദ്യം അവൈലബിൾ സർപ്ലസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ 60% കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അലോക്കബിൾ സർപ്ലസ് കണക്കാക്കുക. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞുതരാം. എന്താണ് അലോക്കബിൾ സർപ്ലസ് എന്ന് പറയാന്നുണ്ടെങ്കിൽ ക്ലിയർ. അലോക്കബിളും അവൈലബിളും രണ്ടാണ് കേട്ടോ. ഓക്കെ, അലോക്കബിൾ സർപ്ലസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു എംപ്ലോയർ ബീങ് എ നോൺ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ അലോക്കബിൾ സർപ്ലസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 67% ഓഫ് അവൈലബിൾ സർപ്ലസ് ആണ്. ബാക്കി എല്ലാ കേസിലും എന്താണ് അലോക്കബിൾ സർപ്ലസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 60% ഓഫ് അവൈലബിൾ സർപ്ലസ്. എല്ലാ ജനറൽ ആയിട്ട് എന്താണ് 60% ആണ് അവൈലബിൾ സർപ്ലസ്, 60% ആണ്. ബട്ട് ഇഫ് ദ എംപ്ലോയർ ഈസ് ദ നോൺ ബാങ്കിങ് കമ്പനി, ഓക്കെ, ആണെങ്കിൽ 67% ഓഫ് അവൈലബിൾ സർപ്ലസ് ആണ് എന്ത്, അലോക്കബിൾ സർപ്ലസ് എന്ന് പറയുന്നത്. അലോക്കബിളും അവൈലബിളും തെറ്റരുത്. അവൈലബിൾ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, എന്താണ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ഷൻസ് ഒക്കെ കുറയ്ക്കുമ്പോഴാണ് അവൈലബിൾ സർപ്ലസ് കിട്ടുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ അലോക്കബിൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പറയണം എന്താ അലോക്കബിൾ സർപ്ലസ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ 60% ഓഫ് അവൈലബിൾ സർപ്ലസ് ആണ്. പക്ഷെ ഇഫ് ദ എംപ്ലോയർ ഇസ് എ നോൺ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ എന്താണ് 67% ഓഫ് അവൈലബിൾ സർപ്ലസ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഈ ഒരു ഭാഗം ഉണ്ട് കേട്ടോ, ഇത് ഇവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടേക്ക് ഞാൻ എത്താം. ഈ ഒരു ചെറിയ പോർഷനും കൂടി ഉള്ളൂ, എന്നിട്ട് നമുക്ക് ഈ പെട്ടി പറയാം. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കാണ്, ബോണസിന്റെ കുറെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? ഞാൻ ചോദിക്കാണ്, മിനിമം എത്ര ബോണസ് നമ്മൾ കൊടുക്കണം, മാക്സിമം എത്ര ബോണസ് നമ്മൾ കൊടുക്കാൻ പറ്റും? ഓക്കെ, ഞാൻ ചോദിക്കാണ്, നമുക്കൊരു ഒരു അക്കൗണ്ടിങ് ഇയറിലെ നമ്മൾ എംപ്ലോയീസ് നമ്മളെ ആപ്ലിക്കബിലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മിനിമം എത്ര ബോണസ് നമ്മൾ കൊടുത്തിരിക്കണം? എത്രയായിരിക്കണം? ശ്രദ്ധിച്ചു കേട്ടോ. പേയ്മെന്റ് ഓഫ് മിനിമം ബോണസ് അണ്ടർ സെക്ഷൻ
10 അതൊന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് നോക്കിയാൽ മതി. മിനിമം ബോണസ് ഇഫ് ദി എംപ്ലോയി ഏജ് ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ 15, 15 വയസ്സോ 15 വയസ്സിന് മേലെയോ ആണ് എംപ്ലോയി എങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, ഇഫ് ദി എംപ്ലോയി ഏജ് ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ 15 ഇയേഴ്സ്, 15 വയസ്സോ 15 വയസ്സിന് മേലെയോ ആണ് ഈ എംപ്ലോയി എങ്കിൽ, എംപ്ലോയിയുടെ വയസ്സെങ്കിൽ 8.33% ഓഫ് സാലറി, സാലറി കിട്ടുന്നതിന്റെ 8.33%, അതല്ലെങ്കിൽ 100 rupees wage during accounting year or 100 whichever is more, ഏതാണോ കൂടുതൽ, അതായത് മിനിമം 100 രൂപ അല്ലെങ്കിൽ 3% കൊടുത്തിരിക്കണം മിനിമം ഇഫ് ദി എംപ്ലോയി ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ 15 ഇയേഴ്സ്, 15 വയസ്സിന് മേലെയോ ആണ് നമ്മുടെ എംപ്ലോയി എങ്കിൽ മിനിമം ബോണസ് കൊടുത്തിരിക്കേണ്ടത് അയാളുടെ സാലറി അല്ലെങ്കിൽ വേജിന്റെ 8.31%, അതല്ലെങ്കിൽ ₹100 whichever is more, ഏതാണോ കൂടുതൽ അത് കൊടുത്തിരിക്കണം. മനസ്സിലായോ? മനസ്സിലാവുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി എംപ്ലോയി ഈസ് ലെസ് ദാൻ 15 ഇയേഴ്സ്, 15 വയസ്സിന് താഴെയാണ് എംപ്ലോയി എങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് നമ്മുടെ എംപ്ലോയർ കൊടുക്കേണ്ടത് 8.3% of the salary wage during the accounting year or ₹60 whichever is more, 60 രൂപയോ അല്ലെങ്കിൽ 8.33% ഓഫ് സാലറിയുടെ whichever is more. അപ്പൊ 2 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് എന്ത് മിനിമം ബോണസ്, 15 വയസ്സിന് താഴെയും 15 വയസ്സിന് മേലും. 15 വയസ്സിന് താഴെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 8.33% ഓഫ് സാലറി, അതല്ലെങ്കിൽ ₹60 whichever is more, ഏതാണ് കൂടുതൽ അത് കൊടുക്കുക. ഇനി 15 വയസ്സോ 15 വയസ്സിന് മേലെയോ ആണെങ്കിൽ എന്താണ് 8.33% ഓഫ് സാലറി, അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ₹100 whichever is more, ഏതാണോ കൂടുതൽ അത് കൊടുക്കുക. ഇതാണ് മിനിമം ബോണസ് നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ബോറടിക്കണ്ടോ നിങ്ങൾക്ക് പറയണത്? ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോ മിനിമം നമ്മൾ പറഞ്ഞു, മിനിമം എത്ര ബോണസ് നമ്മൾ നമ്മുടെ എംപ്ലോയിക്ക് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കാണ് മാക്സിമം ബോണസ്, മാക്സിമം നമുക്ക് എത്ര ബോണസ് വരെ കൊടുക്കാൻ പറ്റും? ഓക്കെ, മാക്സിമം ബോണസ് എന്ന് പറയുന്നത് ദി എംപ്ലോയർ ഷാൾ പേ ബോണസ് ഈക്വൽ ടു 20% ഓഫ് ദി സാലറി. ഓക്കെ, എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ എന്ത് ബോണസ് എന്ന് പറയുന്നത് ഇസ് റെസ്ട്രിക്റ്റഡ് ടു 20% ഓഫ് സാലറി ഓർ വേജ്. 20% സാലറിയുടെ 20% വരെ എന്ത് കൊടുക്കാം? നമുക്ക് മാക്സിമം ബോണസ് കൊടുക്കാം. മിനിമം 8.33%. മനസ്സിലായോ? മിനിമം 8.33%, മാക്സിമം ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ബോണസ് ഇസ് ഈക്വൽ ടു 20% ഓഫ് ഹിസ് സാലറി. ഇറ്റ് ഈസ് ടേംഡ് ആസ് മാക്സിമം ബോണസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ക്ലാസ് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആണോ നിങ്ങള്? ഓക്കെ, യെസ്. അപ്പൊ മിനിമം മാക്സിമം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഫ്രം ബോണസ്. ആരൊക്കെയാണ് ബോണസിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ളത്? ഡിസ്ക്വാളിഫൈഡ് ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ കിട്ടാൻ പാടില്ല. ഓക്കെ, ഡിസ്ക്വാളിഫൈ എന്തെങ്കിലും തൊട്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ വരിക? ഓക്കെ, എങ്ങനെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ വരിക എന്ന് പറയാൻ പറ്റുമോ? നോൺ എലിജിബിൾ നമ്മള് മറ്റേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നോൺ എലിജിബിലിറ്റി എന്ന് പറയും. അത് നമ്മൾ എലിജിബിലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു. നോൺ എലിജിബിലിറ്റി എന്ന് പറയുമ്പോ ഇനി നാളെ ക്ലാസ് പോരെ മിസ്, ഈ പേജും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താൻ പോവാണ്. ഈ പോയിന്റും കൂടെ ഉള്ളൂ, ഈ 3 പോയിന്റ് ഉള്ളൂ. അപ്പൊ ഈ ലെസൺ തീർന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യലേ എന്നുള്ളത് ഈ ലെസൺ മൊത്തം. ഇത് തീരട്ടെ. ഈ 2-3 പോയിന്റും കൂടെ ഉള്ളൂ. ഓക്കെ, അത് വരെ ഒരു 9 മിനിറ്റും കൂടെ ഉണ്ട്. അത് വരെ ഒന്ന് ഇതാക്കിയിരിക്കട്ടോ. 2 മിനിറ്റ് മതി. ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മൾ എലിജിബിലിറ്റി പറഞ്ഞു. നോൺ എലിജിബിലിറ്റി അതല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി
is dismissed from employment as a result of dismiss ചെയ്യാണ് നമ്മൾ ആരാണ് എംപ്ലോയിനെ എന്തൊക്കെ തൊട്ടിത്തരം കാണിച്ചിട്ട് ഫ്രോഡ് കാണിക്കാണ് വയലന്റ് ബിഹേവിയർ കാണിക്കാണ് ഓൺ ദി പ്രീമൈസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ തെഫ്റ്റ് മിസ് അപ്രോപ്രിയേഷൻ അതായത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് നടത്തുക അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ബിഹേവിയർ നടത്തുക എന്തെങ്കിലും കള്ളത്തരങ്ങൾ അല്ലെ തെഫ്റ്റ് കാണിക്കുക അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ എന്താണ് ദ എംപ്ലോയി ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ഗെറ്റിംഗ് ദി ബോണസ് മനസ്സിലായോ ക്ലിയർ ആണോ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നോൺ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫ്രോഡ് എന്തെങ്കിലും ഡിസ്മിസ് ചെയ്യാൻ നമ്മുടെ എംപ്ലോയിനെ ഡിസ്മിസ് ചെയ്യാണ് എന്ത് ചെയ്തിട്ട് എന്തെങ്കിലും ഫ്രോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വയലന്റ് ബിഹേവിയർ ആയിട്ടോ ഓക്കെ നമ്മുടെ ഓഫീസിന്റെ പ്രിമൈസിനുള്ള വയലന്റ് ബിഹേവിയർ ആയിട്ടോ അല്ലെങ്കിൽ തെഫ്റ്റ് മിസ് അപ്രോപ്രിയേഷൻ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യാണ് ബോൺ അപ്പൊ ഡിസ്ക്വാളിഫൈ അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എംപ്ലോയിനെ എന്ത് ചെയ്യാൻ ഡിസ്ക്വാളിഫൈഡ് പറയുന്നത് ഓക്കെ ഇനി പറയണത് നമ്മൾ ഈ ബോണസ് പേയബിൾ പറഞ്ഞു ഈ ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ട് ഓക്കെ ഒരു അക്കൗണ്ടിങ് ഇയറിൽ മാത്രമേ നമുക്ക് ആ ലോസ് കാണിക്കാൻ പറ്റുള്ളൂ അതായത് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു നമ്മൾ എന്ത് പറയാണ് ഈ നമ്മുടെ എംപ്ലോയിക്ക് നമ്മൾ ബോണസ് കൊടുക്കില്ല ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ഫ്രം ബോണസ് പേയബിൾ അതായത് മിസ്കണ്ടക്ട് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ ഈ ഒരു കൊല്ലത്തിലെ ഈ എംപ്ലോയി ചെയ്തെന്ന് വിചാരിക്കാം ഈ ഒരു കൊല്ലം ചെയ്തെന്ന് വിചാരിച്ചിട്ട് അടുത്ത കൊല്ലത്തിലെ ബോണസ് എന്ത് ചെയ്യാൻ പാടില്ല ഡിഡക്ട് ചെയ്യാൻ പാടില്ല ആ അക്കൗണ്ടിങ് ഇയറിലെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ എമൗണ്ട് ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ അപ്പൊ 2021 ബോണസ് എന്ന് പറയുന്നത് അയാൾ ആ കൊല്ലാണ് ചെയ്തെങ്കിൽ ആ കൊല്ലം മാത്രം എന്ത് ചെയ്യുക ഡിഡക്ട് ചെയ്യുക 2022 എന്ത് ചെയ്യാൻ പാടില്ല ഡിഡക്ട് ചെയ്യാൻ പാടില്ല മനസ്സിലായോ ഡിഡക്ഷൻ ഓഫ് സർട്ടൻ എമൗണ്ട് ഫ്രം ബോണസ് പേയബിൾ ക്ലിയർ ആണോ നിങ്ങൾക്ക് ഒരൊറ്റ പോയിന്റ് കൂടി ഉള്ളത് കഴിഞ്ഞിട്ട് നമുക്ക് തീർക്കാം ഓക്കെ ആണോ യെസ് ഓക്കെ മോഡ് ആൻഡ് ടൈം ലിമിറ്റ് മോഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബോണസ് എന്താണ്ട് ക്യാഷ് ആയിട്ട് മാത്രമേ പേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇനി നമ്മള് എങ്ങനെയാണ് നമ്മുടെ ബോണസ് പേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ പേയ്മെന്റ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറലി നമ്മൾ പറയുന്നത് ജനറലി വിത്തിൻ 8 months ഫ്രം ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ദ ബോണസ് ഷാൾ ബി പെയ്ഡ് അതായത് അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞതിന് ശേഷം ഓക്കെ 8 മാസത്തിന്റെ ഉള്ളിലേ നമ്മൾ എന്ത് ചെയ്യണം പേയ്മെന്റ് ഓഫ് ബോണസ് നമ്മൾ അടച്ചിരിക്കണം നമ്മൾ കൊടുത്തിരിക്കണം ജനറലി വിത്തിൻ 8 months ഫ്രം ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ദ ബോണസ് ഷാൾ ബി പെയ്ഡ് ഇനി എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ കാര്യങ്ങളൊക്കെ വരികയെന്ന് വിചാരിക്കാം അതായത് ബോണസിന്റെ കാര്യത്തിലുള്ള തർക്കമൊക്കെ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 month ഫ്രം ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ അതായത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസ് ആ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം 1 month ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം കൊടുത്തിരിക്കണം എന്ത് ബോണസ് അപ്പോ ആദ്യം പറഞ്ഞു മോഡ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് തന്നെ ചെയ്യണം ഇനി ദ ബോണസ് ഷാൾ ബി പെയ്ഡ് വിത്തിൻ 8 months ഫ്രം ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ 8 മാസത്തിനുള്ളിൽ അക്കൗണ്ടിങ് ഇയർ അവസാനിച്ചതിന് ശേഷം 8 months ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം ബോണസ് പേ ചെയ്തിരിക്കണം ബട്ട് ഇഫ് ദർ ഇസ് എനി ഡിസ്പ്യൂട്ട്സ് ഓക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ it shall be paid within 1 month okay 1 monthന് ശേഷം എന്ത് ചെയ്തിരിക്കണം അതായത് ഓർഡർ കാര്യങ്ങൾ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തില്ല ആ ലീഗൽ പ്രൊസീജിയേഴ്സും അതിന്റെ ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 monthനുള്ളിൽ കൊടുത്തിരിക്കണം ഇതാണ് നമ്മുടെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 ക്ലിയർ ആണോ ഇത്രേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ ഒന്ന് ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ് കേട്ടോ ഞാൻ എടുക്കാത്തത് ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് അയച്ചുതരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല സെപ്പറേറ്റ് നിങ്ങൾക്ക് നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ എല്ലാവരും നോട്ട്സ് നിങ്ങൾക്ക് അയച്ചുതരാൻ വേണ്ടി ഞാൻ നമ്പർ തരാം നിങ്ങൾക്ക് ഓക്കെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് അയച്ചുതരാം എൻ്റെ കയ്യിൽ ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നോട്ട്സ് അയച്ചുതരാം അന്നന്ന് എടുക്കണത് അന്നന്ന് പഠിച്ചു പോവാ നാളെ ഞാൻ ഈ ലെസൺ മൊത്തം നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഓക്കെ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അയച്ചുതരാം നാളെ ഈ ലെസൺ മൊത്തം എന്ത് ചെയ്യാ ഞാൻ ചോദിക്കും പഠിക്കുക ഫസ്റ്റ് പറഞ്ഞത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 ആയിരുന്നു എന്താണ് ബോണസ് എന്നുള്ളത് പറഞ്ഞു മറ്റേ സർ എവിടെ പോയി സർ ഷംസുദ്ദീൻ സാർ കൊമേഴ്ഷ്യൽ ലോ ആണ് നിങ്ങൾക്ക് എടുക്കുന്നത് അപ്പൊ ആള് കുറച്ച് തിരക്കാണെന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ ഇതിലാണ് ഇനി ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു അതുമാതിരി ആപ്ലിക്കബിലിറ്റി പറഞ്ഞു
ഓക്കെ, എംപ്ലോയി എന്താന്ന് പറഞ്ഞു, എംപ്ലോയർ എന്താന്ന് പറഞ്ഞു, എന്താണ് സാലറി എന്നുള്ളത് പറഞ്ഞു, എലിജിബിൾ എംപ്ലോയി ആരൊക്കെയാന്ന് പറഞ്ഞു, എന്താണ് സർപ്ലസ് പറഞ്ഞു, പിന്നെ ബോണസ്, മിനിമം ബോണസ് മാക്സിമം ബോണസ് എത്രയാന്ന് പറഞ്ഞു, ഡിസ്ക്വാളിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞു, എത്രയൊക്കെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും, മോഡേൺ ടൈം ലിമിറ്റ്. ഇതാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. ഓക്കെ, ഈ ലെസണിലെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? ക്ലാസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം. അപ്പൊ ഒന്ന് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തോളൂ. നാളെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ ബോണസ് എല്ലാവരുടെ അടുത്തും ഓഡിയോയിൽ വന്ന് പറയാൻ പറയൂ കേട്ടോ. അപ്പൊ അത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും വന്നാൽ മതി. ഇയർ, ആപ്ലിക്കബിലിറ്റി എല്ലാം ഞാൻ ചോദിക്കും, സ്കോപ്പ് എല്ലാം ഞാൻ ചോദിക്കും, പേരെടുത്ത് വിളിച്ച് ഞാൻ ചോദിക്കും ഓരോരുത്തരുടെ. ഓഡിയോയിൽ വന്ന് എനിക്ക് ആൻസർ പറയേണ്ടി വരും. മനസ്സിലായോ? പഠിച്ച് ക്ലീൻ ആയിട്ട് മാത്രം നാളത്തെ ക്ലാസ്സിലേക്ക് വന്നാൽ മതി കേട്ടോ. ഇനി ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവരെ എല്ലാവരുടെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നാളെ മുങ്ങാനാണ് പ്ലാൻ എങ്കിൽ ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ കയറണം, അപ്പൊ ഞാൻ പൊക്കൂട്ടോ. ഓക്കെ, അപ്പോ ഉടായ്പൊന്നും കാണിക്കണ്ട. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്ലാസ് നാളെ പഠിക്കുക, നോട്ട്സ് ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഈ PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, നോട്ട്സ് ഉണ്ടാക്കുക, നാളെ ക്ലിയർ ആയിട്ട് വന്ന് നെക്സ്റ്റ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, സെറ്റ്. ഓക്കെ, എന്തുകൊണ്ട് എത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരുടെ അടുത്ത് ഞാൻ അങ്ങനെ പറയാറില്ല. ഇപ്പൊ കൃഷ്ണവേണിക്കും ആവണിക്കൊക്കെ അറിയാം, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയില്ല. ബിക്കോസ് നിങ്ങളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറയണത് നിങ്ങൾക്ക് 25-ാം തീയതി എക്സാം ആണ്. അതുകൊണ്ടാണ് അപ്പൊ പഠിച്ചു പോകാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്നാണോ ക്ലാസ് എടുക്കുന്നത് അതിന്റെ ഒപ്പം നോട്ട്സ് ഉണ്ടാക്കുക, PDF ഞാൻ ഷെയർ ചെയ്യാം, അതിരുന്ന് പഠിക്കുക. നാളേക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ട്, നാളെ എക്സാം ആണ്, ഈ ബോണസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ താങ്ക് യു.